19 എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് ആണ്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആദ്യം നോക്കാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കഥ നമുക്ക് നോക്കാം. ഇത്രേ ഉള്ളൂ. ഇന്ത്യയിൽ റവല്യൂഷണറി മൂവ്മെന്റ്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയാണ്. സർ സിഡ്നി റൗളത്ത് അധ്യക്ഷനായ ആ കമ്മിറ്റി അനാർക്കിക്കൽ റവല്യൂഷണറി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പാസ്സാക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇത് പാസ്സാക്കുകയാണ്. അതിന് നമ്മള് റൗളത്ത് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുകയാണ്. ഇന്ത്യക്കാർ അതിന് ബ്ലാക്ക് ബിൽ എന്നൊക്കെ പറഞ്ഞു. നോക്കുക, നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ബ്ലാക്ക് എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മുടെ സ്വഭാവം. ബ്ലാക്ക് മെയിൽ, വൈറ്റ് മെയിൽ ഒന്നുമല്ല, ബ്ലാക്ക് മെയിൽ. ഇപ്പൊ ബ്ലാക്ക് ബിൽ എന്ന് പറയുകയാണ്, കറുത്ത ബില്ല് എന്ന് പറയുകയാണ്. അങ്ങനെ അതിനെതിരെ ഒരു സത്യാഗ്രഹ സഭയൊക്കെ രൂപീകരിക്കുന്നുണ്ട്. ആരാണ് അതിന്റെ പ്രസിഡന്റ് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ആരായിരിക്കും അതിന്റെ പ്രസിഡന്റ്? സത്യാഗ്രഹ സഭയുടെ പ്രസിഡന്റ് ഗാന്ധിജി തന്നെയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം സത്യാഗ്രഹ സഭ രൂപീകരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഖിലാഫത്ത് മൂവ്മെന്റ് ആരംഭിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുകയാണ് ബ്രിട്ടനോട്. അവരുടെ സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. ആ വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ ബ്രിട്ടനോട് പറയാണ് തുർക്കിയുടെ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ സ്വതന്ത്രരാവണ്ട എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അഭിപ്രായം പറയണമെങ്കിൽ സ്വതന്ത്രരാവണം നിർബന്ധമൊന്നുമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെന്റ് കാര്യം ഉദ്ദേശിച്ചത്. അത് എന്ത് തന്നെ ആയാലും പിന്നീട് തുർക്കിയിലെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഖലീഫയെ വേണ്ട എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കുക, നമ്മളൊരു സഹായം ചെയ്യാൻ വേണ്ടി പോവാണ്. അവർ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ സഹായിക്കരുത് എന്ന് പറയാണ്. അങ്ങനെ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഈ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നത് 1920. ഇതും നിസ്സഹകരണ പ്രസ്ഥാനവും ഒരുമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം പറയാണ് 1 വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത്. അപ്പൊ ഇതെല്ലാം തുടങ്ങുന്നത് 1919 നിന്നാണ്. അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് പറയാൻ പോണ്. ഖിലാഫത്ത് മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു, നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ ഇനി പറയും. ഇനി പറയാൻ പോകുന്നത് എന്താണ് ജാലിയൻ വാലാബാഗ് ട്രാജഡി എന്നാണ്. ഇപ്പൊ ട്രാജഡി എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ട്രാജഡി അല്ല, മാസക്കെയർ ആണ്, കൂട്ടക്കൊലയാണ്. അവര് പറഞ്ഞ ട്രാജഡി എന്നാണ്. നമ്മൾ ഇപ്പോഴും അത് പറയുന്നു, ട്രാജഡി. ജാലിയൻ വാലാബാഗ് ട്രാജഡി അല്ല, ജാലിയൻ വാലാബാഗ് മാസക്കെയർ അല്ലെങ്കിൽ കൂട്ടക്കൊല. ഇത്രയേ ഉള്ളൂ. സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്ന് പറഞ്ഞ വ്യക്തികളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു റൗളത്ത് ആക്ട് വെച്ചിട്ട്. ആ ആക്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അവർ ജാലിയൻ വാലാബാഗ്, അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒത്തുകൂടുകയാണ് കുറച്ച് ആളുകൾ. അത് 1919 ഏപ്രിൽ 13 ഒരാഴ്ചക്ക് ശേഷം, അതായത് സത്യാഗ്രഹ സഭ, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സഭ ഹർത്താൽ ദിനം ആഘോഷിച്ചത് 1919 ഏപ്രിൽ 6 ഡേറ്റിൽ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. ചിലവര് മാർച്ച് 30 തന്നെ ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഏപ്രിൽ 6 എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായി എടുക്കുന്നു. അതിന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് ഇതെല്ലാം നടത്തുന്നത്. നമ്മുടെ ഹർത്താൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആഘോഷിച്ചപ്പോഴായിരുന്നു ഏപ്രിൽ 6 1919. അപ്പൊ അതിനുശേഷം ഒരാഴ്ചക്ക് ശേഷം ഇവരിങ്ങനെ അവിടെ മീറ്റിംഗ് കൂടുകയാണ്. മീറ്റിംഗ് കൂടാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ജനറൽ ഡയറിന് മുമ്പിലൂടെ ആളുകൾ പോകുമ്പോ ജനറൽ ഡയർ അവരെ തടുക്കുന്നില്ല. ജനറൽ ഡയറിന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു. മൈക്കൽ ഒ ഡയർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഗവർണർ ജനറൽ, പഞ്ചാബിലെ ഗവർണർ ജനറൽ നിർദ്ദേശം കൊടുത്തതാണ്. മൈക്കൽ ഒ ഡയർ നിർദ്ദേശം കൊടുത്തതാണ്, അവരങ്ങനെ വരുമല്ലോ, നീ എന്താണ് നിന്റെ കലാപരിപാടികൾ ചെയ്തോളൂ. അപ്പൊ എല്ലാവരും അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. 3 സൈഡും അടച്ചാർക്കാണ്, ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ജനറൽ ഡയർ, മൈക്കൽ ഒ ഡയർ അല്ല, ജനറൽ ഡയർ വരികയാണ്, ആയുധവുമായിട്ട് വരികയാണ്. ഫയർ എന്ന് മാത്രമേ കേട്ടുള്ളൂ, പിന്നൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമല്ലോ. അതേപോലെ താഴത്തേക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യക്കാരായ പട്ടാളക്കാരാണ്, അവരോട് പറയുന്നുണ്ട് താഴെയല്ല, ഓക്കെ, അവരുടെ മേലെ വെടിവെക്കൂ. അങ്ങനെ ഒരുപാട് പേര് കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ്. ഇതിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധം സിംഗ് എന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നുണ്ട്. മൈക്കൽ ഒ ഡയർ, ഉത്തരവ് കൊടുത്ത മൈക്കൽ ഒ ഡയർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ലണ്ടനിൽ പോയിട്ട് അവരുടെ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അത് വലിയൊരു കഥയാണ്. അത് നമ്മൾ റവല്യൂഷണറി മൂവ്മെന്റ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരും ചേർത്തിട്ട് നമ്മൾ പറയും. എന്തായാലും ജാലിയൻ വാലാബാഗ് സംഭവം നമ്മളെല്ലാവരിലും, ഇവിടത്തുള്ള എല്ലാവരിലും ഒരുപാട് വേദന ഉണ്ടാക്കുകയാണ്, ഒരുപാട് ആത്മസംഘർഷം ഉണ്ടാക്കുകയാണ്. ഗാന്ധിജി കൈസറി ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ബഹുമതി തിരിച്ചു കൊടുത്തു. രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി തിരിച്ചു കൊടുത്തു. സർ സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. ഗാന്ധിജി ഒരു പ്രസ്താവന ഇറക്കി,
പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അത് ഇളക്കിയിരിക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ ഖൂനി ബൈശാഖി എന്ന് പറഞ്ഞിട്ടൊരു കൃതിയൊക്കെ വരുന്നുണ്ട്. ആരാണ് ഖൂനി ബൈശാഖി എഴുതിയത്? ഓക്കെ, കമന്റ് ചെയ്യാട്ടോ. ഖൂനി ബൈശാഖി കറണ്ട് അഫയർ ആണ്, കാരണം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പേരക്കുട്ടി കൊച്ചുമകൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കറണ്ട് അഫയർ ആണ്. ആ സമയത്ത് നിരോധിക്കപ്പെട്ട കൃതിയാണ് ഏത്? ഖൂനി ബൈശാഖി. ഓക്കെ, അപ്പൊ അങ്ങനെ കൃതിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഗാന്ധിജി പറഞ്ഞു നമുക്കിനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഗാന്ധിജിക്കും അതൊരു തുടർച്ചയാണ് കേട്ടോ. അതായത് ചമ്പാരൻ സത്യാഗ്രഹ, അതേപോലെ തന്നെ അതിനുശേഷം വന്ന അഹമ്മദാബാദ് തുണിമിൽ സമരം, അതിനുശേഷം വന്ന ഖേദ സത്യാഗ്രഹം, അതെല്ലാം ലോക്കൽ സമരങ്ങളായിരുന്നു. ഗാന്ധിജി ഓൾ ഇന്ത്യ മൂവ്മെന്റിലേക്ക് ഇറങ്ങാണ്, ഒരു മാസ് മൂവ്മെന്റിലേക്ക് ഇറങ്ങാണ്. ഗാന്ധിജി പറഞ്ഞു നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. കോൺഗ്രസിന് മുമ്പിൽ നിർദ്ദേശം വെക്കുകയാണ്. അന്ന് കോൺഗ്രസിന്റെ പ്രസിദ്ധനായ നേതാക്കളിൽ ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന. തെറ്റിക്കരുത്, മുസ്ലിം ലീഗുമായിട്ട്, ഇന്നത്തെ മുസ്ലിം ലീഗുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ, പഴയ മുസ്ലിം ലീഗ്. ഓക്കെ, ആ മുസ്ലിം ലീഗുമായിട്ട് ജിന്നയ്ക്ക് യാതൊരു വിധ ബന്ധം ഉണ്ടായിരുന്നില്ല 1906 തുടങ്ങുന്ന സമയത്ത്. പിന്നീട് 1913 ജിന്ന മുസ്ലിം ലീഗിൽ ജോയിൻ ചെയ്യുന്നത്. 1906 മുതൽ 20 വരെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ഒരു നേതാവായിട്ട് ആരുണ്ടായിരുന്നു? മുഹമ്മദ് അലി ജിന്ന ഉണ്ടായിരുന്നു. ആ മുഹമ്മദ് അലി ജിന്ന ഗാന്ധിജിയോട് പറയുന്നുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം നിങ്ങൾ ലോഞ്ച് ചെയ്യരുത്, ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ ഞാൻ രാജിവെച്ചു പോകും. അങ്ങനെ ഒരുപാട് പേര് ഗാന്ധിജിയുടെ മുമ്പിൽ ആവശ്യമായിട്ട് വരികയാണ്. പക്ഷെ ഗാന്ധിജി പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യം നേടിത്തരാം. നോക്ക, 1 വർഷം തരൂ എന്നാണ് പറയുന്നത്. അഭിലാഷ് എനിക്കൊരു 30 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞ പോലെ 1 വർഷം തരൂ. അങ്ങനെ കൽക്കത്ത സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ഇത് പാസ്സാക്കി. ഓക്കെ, ലാലാ ലജ്പത് റായ് അധ്യക്ഷനായ സ്പെഷ്യൽ സമ്മേളനത്തിൽ ഇത് അങ്ങോട്ട് പാസ്സാക്കി എടുക്കുകയാണ്. ഏത്? നിസ്സഹകരണ പ്രസ്ഥാനം. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഡേറ്റ് തീരുമാനിക്കുകയാണ്. ആ ഡേറ്റിന് ബാലഗംഗാധര തിലക് മരിക്കുകയാണ്. ഓക്കെ, നോക്കുക, ഗാന്ധിജി പിന്നെ തലപ്പൊക്കമില്ലാതെ വളരെയാണ്. അതായത് അദ്ദേഹത്തിന് ഒപ്പം വേറെ ആരുമില്ല. ഓക്കെ, അതായത് ബാക്കി നേതാക്കൾ ഇപ്പൊ ബാലഗംഗാധരത്തിലേക്കായിരുന്നു ഗാന്ധിജിയെ ഒന്ന് വലിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൂടി അവസാനിച്ചപ്പോ പിന്നെ ഗാന്ധിജി അതില് സുപ്രീം ലീഡറിനെ പോലെയായി. ഓക്കെ, അതായത് INC-യിലെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരു അവസ്ഥ വന്നു. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ആ സമയത്ത് CR ദാസും മോത്തിലാൽ നെഹ്റുവും പറഞ്ഞു ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറയാണ്. പക്ഷെ നീ ചെയ്ത ഞങ്ങള് നിന്റെ ഒപ്പം നിൽക്കുമെന്ന് പറയാണ്. പക്ഷെ അദ്ദേഹം ലോഞ്ച് ചെയ്തു. 1 വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യം വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞു. സ്വരാജ് വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ മോത്തിലാൽ നെഹ്റു, CR ദാസ് ഇവരെല്ലാം കൈമെയ് മറന്ന് പ്രവർത്തിക്കുകയാണ്. എല്ലാവരും ഗാന്ധിജിക്ക് ഒപ്പം നിൽക്കുകയാണ്. ഗാന്ധിജിക്കും ഭയങ്കര സന്തോഷമായി. ഓക്കെ, അങ്ങനെയാണ് 1922 ഫെബ്രുവരി 5 ഒരു സംഭവം നടക്കുന്നത്. UP-യിലെ ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൂടെ ഒരു ജാഥ പോവാണ്. ഇവർ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്, അവർ ഇങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ആ പോലീസ് സ്റ്റേഷൻ അവർ തീയിട്ടു. 22 പേര് വെന്തു മരിച്ചു. ഓക്കെ, 22 പേര് വെന്തു മരിച്ചു പോലീസുകാര്. ഗാന്ധിജി ഈ വാർത്ത അറിഞ്ഞു, ഭയങ്കര സങ്കടമായി. ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഗാന്ധിജിയുടെ പിറകെ നിൽക്കണം. ഇപ്പൊ കിട്ടും, ഇപ്പൊ തേങ്ങ ഉടക്കിയ സ്വാമി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കിട്ടും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സ്വരാജ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഗാന്ധിജി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു. അങ്ങനെ ബർദോളി റെസൊല്യൂഷനിലൂടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ്. ചൗരി ചൗര മൂവ്മെന്റിലൂടെ, അല്ലെങ്കിൽ ചൗരി ചൗര സംഭവത്തിലൂടെ, മൂവ്മെന്റ് അല്ല സംഭവത്തിലൂടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് പ്രശ്നമായി മാറി. CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ പറഞ്ഞു ഞാനിത് പണ്ട് പറഞ്ഞതല്ലേ, ചോറ് തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗാന്ധിജി പറഞ്ഞു ഞാനിത് പുറത്തിറക്കിയത് ഹിമാലയൻ മണ്ടത്തരമായി. ഓക്കെ, ഹിമാലയൻ മണ്ടത്തരമായി. ഓക്കെ, ആരാണ് പറഞ്ഞത്? ഇത് പിൻവലിച്ചത് ദേശീയ ദുരന്തമാണെന്ന് പിൻവലിച്ചത് കമന്റ് ചെയ്യുക കേട്ടോ. ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞത് ആരാണെന്നൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗാന്ധിജി പറഞ്ഞു ഞാൻ പിൻവലിക്കുകയാണ്. പിന്നീട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹർദാസ് ജയിലിലായിരുന്നു ആ സമയത്ത്. ഇത് പിൻവലിക്കുന്ന സമയത്ത് നോക്കുക, കഷ്ടപ്പെട്ട് ജയിലിൽ വരെ എത്തി. എന്നിട്ടാണ് അത് പെട്ടെന്ന് പിൻവലിച്ചത്. CR ദാസിന് ഭയങ്കര ദേഷ്യമായി. CR ദാസും മോത്തിലാൽ നെഹ്റു അപ്പോഴും ഗാന്ധിജിനെ എടുത്ത് ജയിലിൽ കൊണ്ടുപോയിട്ടു. ഓക്കെ, CR ദാസും മോത്തിലാൽ നെഹ്റുവും പറഞ്ഞു ഇലക്ഷൻ വരാൻ പോകണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇലക്ഷനിൽ നിങ്ങൾ മത്സരിക്കണം. നമുക്ക് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് പാർലമെന്റിന്റെ അകത്ത് പോയിട്ട് ശബ്ദിക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ വാക്കിനൊരു വില ഉണ്ടാവുള്ളൂ. വെറുതെ ഇവിടെ റോട്ടിൽ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് CR ദാസും മോത്തിലാൽ നെഹ്റുവും പറഞ്ഞു. അപ്പൊ കോൺഗ്രസിലെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഇലക്ഷൻ ഒന്നും മത്സരിക്കാനില്ല. അവർ നോ ചേഞ്ചേഴ്സ് എന്ന പേരിലും കൗൺസിൽ എൻട്രി വേണമെന്ന് പറഞ്ഞവർ പ്രോ ചേഞ്ചേഴ്സ് എന്ന പേരിലും അറിയപ്പെട്ടു. നോ ചേഞ്ചേഴ്സ്, പ്രോ ചേഞ്ചേഴ്സ്. ഇപ്പൊ CR ദാസും മോത്തിലാൽ നെഹ്റു ആരാണ്? പ്രോ ചേഞ്ചേഴ്സ്. അവരൊരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ്. 1923 ജനുവരി 1
സ്വരാജ് പാർട്ടി, കോൺഗ്രസ്, ഖിലാഫത്ത്, സ്വരാജ് പാർട്ടി. അങ്ങനെ സ്വരാജ് പാർട്ടി, CR ദാസ് പ്രസിഡന്റ് ആയ, മോത്തിലാൽ നെഹ്റു സെക്രട്ടറി ആയ, ഒരുപാട് സെക്രട്ടറിമാരുടെ അതിലൊരു സെക്രട്ടറി ആയ പാർട്ടിയാണ് ഏത്? സ്വരാജ് പാർട്ടി. അങ്ങനെ അവർ ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അവരുടെ തീരുമാനം ചെറുതായിട്ടെങ്കിലും ശരിയാണെന്ന് ആ സമയത്ത് തെളിയിക്കപ്പെടുകയാണ്. അങ്ങനെ അവര് ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയാണ്. ഗാന്ധിജി ജയിലിൽ പോയല്ലോ. ജയിലിൽ പോകുന്ന സമയത്താണ് അവർക്ക് എഴുത്തും വായനയ്ക്കൊക്കെ സമയം കിട്ടുക. നമുക്ക് ഏത് സമയത്തും കിട്ടാറില്ല, എന്നാൽ അവർക്ക് ജയിലിൽ പോകുന്ന സമയത്ത് കിട്ടും. അങ്ങനെ ഗാന്ധിജി ഗുജറാത്തിയിൽ ഒരു കൃതി എഴുതുകയാണ്. അതുവരെ തന്റെ ജീവിത കഥകൾ അതിൽ വിവരിക്കുന്നുണ്ട്. 1869 മുതൽ 1921 വരെയുള്ള ആ കാലഘട്ടം അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് അദ്ദേഹം ടൈറ്റിൽ എഴുതുന്നത് സത്യനാപ്രയോഗ. സത്യനാപ്രയോഗ, ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയ മഹാദേവ് ദേശായി ഏത് ഭാഷയിലേക്ക്? ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. നോക്കാം, ദേശായി കുടുംബം കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. ദേശായി കുടുംബം ഏതാണ് സീരിയല്? ദേശായി കുടുംബം. അവര് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല. അതേപോലെ ഒരു ദേശായിയാണ് ആര്? മഹാദേവ് ദേശായി. അത് അവരുടെ പേരാണ്, ഗുജറാത്തിലുള്ള ആൾക്കാരുടെ പേരാണ്. അപ്പൊ അത് ബന്ധമൊന്നുമില്ല കേട്ടോ, അവർക്ക് പറയുമ്പോൾ പറഞ്ഞു. അങ്ങനെ ഗാന്ധിജി പക്ഷെ 6 വർഷമാണ് തടവിന് വിധിക്കുന്നത്. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഗാന്ധിജി പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് തകരും എന്നൊരു അവസ്ഥ എത്തുന്നുണ്ട്. ആ അവസ്ഥയിലാണ് 1924 ബൽഗാം സമ്മേളനത്തില് ഗാന്ധിജി പ്രസിഡന്റ് ആകുന്നത്. മാമന്റെ ആദ്യത്തെ കല്യാണവും അവസാനത്തെ കല്യാണവും. അതേപോലെ തന്നെയാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രസിഡന്റ് ആവുകയാണ് 1924. ഏതാണ് സമ്മേളനം? ബൽഗാം സമ്മേളനം. അതിനു മുമ്പ് 1917 ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ആനി ബസന്റ്. കൊൽക്കത്ത സമ്മേളനത്തില് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. 24 ബൽഗാമില് ഗാന്ധിജി, 25 സരോജിനി നായിഡു ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്. ഇതൊക്കെ ചോദിച്ചാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതില് ഗാന്ധിജി അങ്ങനെ പ്രസിഡന്റ് ആവുകയാണ്. ആ സമയത്താണ് 1923 അതിന് തൊട്ടൊരു വർഷം മുമ്പ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തില് അൺടച്ചബിലിറ്റിക്കെതിരെ ഒരു പ്രമേയം കോൺഗ്രസ് പാസ്സാക്കുന്നുണ്ട്. TK മാധവനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വൈക്കത്തെ കുറിച്ച് പറയാണ്, വൈക്കം ക്ഷേത്രത്തെ കുറിച്ച് പറയാണ്. അതിന്റെ മുമ്പിലൂടെ സാധാരണ ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പൊ അവിടെ പ്രശ്നം വരികയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരിഹരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കോൺഗ്രസ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹം. അപ്പൊ അതിന് നിരീക്ഷകനായിട്ട് ആചാര്യ വിനോബ ഭാവേനെ അയക്കുന്നുണ്ട്. വൈക്കം ഹീറോയ്ക്ക് EV രാമസ്വാമിക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. ഇതിനുശേഷം അദ്ദേഹം വൈക്കം ഹീറോയി മാറിയത്. ഇവിടെ എത്തിയിട്ട് ഉപവസിക്കും, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് EV രാമസ്വാമി, പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോഴാണ് ഗാന്ധിജി അവിടെ ഇങ്ങോട്ട് വരുന്നത്. 25 വരെയാണ് ഗാന്ധിജി ഇവിടെ എത്തിയിട്ട് ആദ്യം ഗുരുവിനായിട്ട് സംസാരിക്കുകയാണ്. ഗുരുവിനെ സംസ്കൃതത്തിൽ സംസാരിക്കുകയാണ്, ഗാന്ധിജി ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണ്. ഇടയിലൊരു മീഡിയേറ്റർ നിൽക്കുകയാണ്, N കുമാരൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ സംസാരിക്കുമ്പോ ഗുരു പറയുന്നുണ്ട്, ഗുരുവിനോട് ഗാന്ധിജി പറയുന്നുണ്ട്, ജാതി വ്യവസ്ഥയെ ഊട്ടി ഉറപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഗാന്ധിജി കൂടുതലും പറയുന്നത് കേട്ടോ. അപ്പൊ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രമേയം പാസാക്കി, അതാണ് അതിലെ ഏറ്റവും വലിയ രസം. അപ്പൊ അതില് ഒരു മരത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത്. ബുദ്ധൻ ഇരുന്നല്ലോ ഒരു മരം. അതേപോലെ ഇവര് 2 ബുദ്ധന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. 2 ബുദ്ധന്മാരും ഒരു മരത്തിന്റെ താഴെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഒരാൾ പറയാണ്, ഗാന്ധിജി പറയാണ്, ഈ മരത്തിലെ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ, അതേപോലെ നമ്മൾ മനുഷ്യരെല്ലാവരും വ്യത്യസ്തമാണ്. ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയണം. അപ്പൊ ഗുരു പറയുന്നുണ്ട്, പക്ഷേ അവയിൽ നിന്ന് കിട്ടുന്ന ആ സത്ത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാറ്, അതെന്താണ്? ഒന്നാണ്. എന്നാണ് പറയുന്നത്. എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്ക് ഇനി എപ്പോൾ മോക്ഷം കിട്ടും? ഇന്ത്യക്കാർക്ക് ഇനി എപ്പോൾ മോക്ഷം കിട്ടും? അതിനൊരുപാട് ഗാന്ധിജിമാർ ജനിക്കണം എന്ന് ഗുരുവും പറയുന്നുണ്ട്. ഗാന്ധിജിയൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഗാന്ധിജി നേരെ എണ്ടന്തുരുത്തി മനയിൽ പോവാണ്. ബാക്കി കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എണ്ടന്തുരുത്തി മനയിൽ പോവാണ്. പോയി കഴിഞ്ഞതിന് ശേഷം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം കാണാൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, താങ്കൾ വൈശ്യനാണ്, ബനിയ കാസ്റ്റ് ആണ്, ബനിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് താങ്കൾ പുറത്തു നിന്നാൽ മതി. അങ്ങനെ സംസാരിക്കുമ്പോ അദ്ദേഹം പറയുന്നത് അവരെല്ലാം നീച ജന്മങ്ങളാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതിൽ കയറ്റുന്നില്ല. പിന്നീട് സംഭവിച്ചെല്ലാം ചരിത്രമാണ്. ഗാന്ധിജി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആ മന ഇപ്പോൾ വൈക്കത്തെ ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. അപ്പൊ ഗാന്ധിജിയെ കയറ്റാത്ത മനയാണ്. വൈക്കം സത്യാഗ്രഹം അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല. അതിലൊരു ചെറിയ വഴി മാത്രം തുറന്നു കൊടുത്തു. തിരിച്ചു വരുന്ന സമയത്ത് ഗാന്ധിജി ശ്രീ ചിത്ര തിരുനാളിനെ കണ്ടിട്ട് പറയാണ്, നീ വലുതാവുമ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ കൊണ്ടുവരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അത് പാസ്സാക്കുകയും 1900 അങ്ങനെ മലയാളത്തിലൊന്നുമല്ല പറഞ്ഞ വെറുതെ പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം അത് പിന്നീട് പാസ്സാക്കുകയും 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം
പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1937 5ാമത്തെയും അവസാനത്തെയും തവണ എത്തിയ ഗാന്ധിജി ഇവിടെ എത്തിയിട്ട് മഹാത്മാവ് എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ശ്രീ ചിത്ര തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത്. നോക്കുക, ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് വിളിച്ചത് ടാഗോർ ആണ്. ടാഗോർ ഗാന്ധിജിയെ മഹാത്മാവ് എന്ന് വിളിച്ചു, രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജി ആരെയാണ് മഹാത്മാവ് എന്ന് വിളിച്ചത്? ശ്രീ ചിത്ര തിരുനാളിനെ വിളിച്ചത്. ഗാന്ധിജിക്ക് അതായിരുന്നു മഹത്തരമായിട്ടുള്ള സംഭവം. ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതായിരുന്നു മഹത്തരമായിട്ടുള്ള സംഭവം. അത് വേറെ രസകരമായിട്ടുള്ള സംഭവം. ആയിക്കോട്ടെ, കുറച്ച് പുറകിലേക്ക് വരാം. അങ്ങനെ വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു അതിന്റെ ഭാവി നമ്മൾ പറഞ്ഞു അത്ര വലിയ ശോഭനീയമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് അതൊരു വലിയൊരു സംഭവമായിരുന്നു. കാരണം വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താൻ പറയുമ്പോൾ ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു സമയത്ത്, അതായത് അങ്ങനത്തെ പ്രക്ഷോഭം കേട്ടുകേൾവിയില്ലാത്ത സമയത്ത് അത് വലിയൊരു സംഭവമായിരുന്നു ആ സമയത്ത് അത് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നീട് വലിയ കാര്യങ്ങളൊന്നും 26 ആ ടൈമിലൊന്നും നടന്നില്ല. 27 ആയപ്പോ ഇന്ത്യയിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയാണ്. ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ആ സമയത്ത് നിയമം മൊണ്ടേഗു ചെംസ്ഫോർഡ് റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ അവിടെ രൂപീകരിക്കുകയാണ്. കമ്മീഷന്റെ പേര് സൈമൺ കമ്മീഷൻ. ഓക്കെ, 7 പേരടങ്ങിയ കമ്മീഷനാണ്. എന്തുകൊണ്ടാണ് അത് ഓഡ് നമ്പർ ആക്കി എടുത്തത്? നോക്കുക, ജഡ്ജിമാരുടെ എണ്ണം എടുക്കുമ്പോൾ 1, 3, 5, 7 അങ്ങനെയല്ലേ വരിക അല്ലെ? ശബരിമല കേസ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിധി പറയാൻ വേണ്ടിട്ട് എത്ര ജഡ്ജിമാരായിരുന്നു? 5 പേര്. ഓക്കെ, അഭിപ്രായം വിഭജിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 4 പേരാണെന്ന് വിചാരിക്കുക. 2 പേര് കയറണം എന്ന് പറഞ്ഞു, 2 പേര് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പ്രശ്നമില്ലേ? ഓക്കെ, എങ്ങനെ പോയാലും 3, 2 എന്നുള്ള സംഭവമല്ലേ വരുള്ളൂ. ഓക്കെ, അതേപോലെയാണ് 7 പേര്. 7 പേര്. സർ ജോൺ സൈമൺ ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട ആള്, ചെയർമാൻ. അങ്ങനെ കമ്മീഷന്റെ പേര് വന്നു സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, സർ ജോൺ സൈമൺ. അതിന്റെ കമ്മീഷൻ പറയുന്ന വേറൊരു പേര് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 10 വർഷത്തിന് ശേഷം ഇത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വരും. 1919 + 10 29. അവിടെ ഇലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളായിരുന്നു ബ്രിട്ടനിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു? 2 വർഷം മുമ്പ് തന്നെ കമ്മീഷൻ രൂപീകരിച്ചു. 28 കമ്മീഷൻ എത്തുകയാണ്. അപ്പോൾ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും അതിനെ റിജക്ട് ചെയ്തു. ആ ഒരാൾ ആരായിരുന്നു? ആ ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തി, അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ വ്യക്തി. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ എ വിസ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അനൈലേഷൻ ഓഫ് കാസ്റ്റ്, ഓക്കെ, പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റുപ്പി, ഇറ്റ്സ് പ്രോബ്ലം ഒറിജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ചാക്കും തലയിൽ ചുമന്നിട്ട് പോയ വ്യക്തി, തലയിലോ കയ്യിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ചുമന്നു പോയ വ്യക്തി. ഓക്കെ, സ്വന്തമായിട്ട് പേര് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അമ്പവാടേക്കർ എന്നായിരുന്നു പേര്. പക്ഷെ അധ്യാപകൻ, ഒരു ബ്രാഹ്മണ അധ്യാപകൻ അദ്ദേഹത്തെ വിളിച്ചത് എന്റെ പേരിനെ നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ എന്ന് പേരിട്ടു. നോക്ക, ആ സമയത്ത് മെഹർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. മെഹർ ജാതിയിൽ ജനിച്ച, ഈ ജാതി എന്തിനാ പറയുന്നത് വെച്ചാൽ ഇവര് ചോദിക്കണ്ടോ ഈ സംഭവം? മെഹർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ആര് എന്നൊക്കെ ചോദ്യം ചോദിക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് ജാതി പറയണം നിർബന്ധം ഉണ്ടായിട്ടല്ല. ഓക്കെ, അവര് ചോദിക്കും, അതുകൊണ്ടാണ് നമ്മൾ അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ കാര്യം അറിയുമ്പോൾ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, മെഹർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ മെഹർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതേ അൺടച്ചബിലിറ്റി നേരിടുന്ന ആ വ്യക്തിയെ, താഴ്ന്നെന്ന് പറയപ്പെടുന്ന സോകോൾഡ്, ഓക്കെ, പറയപ്പെടുന്ന ആ വ്യക്തിയെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ചാക്ക് വിരിച്ചിട്ട് ബാക്കിൽ കൊണ്ടുപോയി ഇരിക്കും. ഓക്കെ, മുമ്പിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോ ഇവര് ഇതിലിരിക്കാൻ പറ്റില്ല, അതായത് ചെയറിൽ ഇരിക്കാൻ പറ്റില്ല, ബാക്കിൽ പോയി ഇരിക്കും. ഇരുന്നു എന്ന് പറയുമ്പോ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പൊ സ്ഥലത്തിൽ തൊട്ട് പറഞ്ഞാൽ നമുക്ക് അൺടച്ചബിലിറ്റി വരും, അശുദ്ധി വരും. അപ്പൊ എന്ത് ചെയ്യുക? ചാക്കിന്റെ മേലെ ഇരിക്കുക. അങ്ങനെ പഠിക്കുന്ന കാലത്തൊന്നും കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റില്ല, വെള്ളം പോലും കിട്ടില്ല. ഓക്കെ, അംബേദ്കറുടെ ബുക്കിൽ എഴുതിയത്, വെയിറ്റിംഗ് ഫോർ എ വിസയിൽ എഴുതിയത്, നോ പ്യൂൺ നോ വാട്ടർ. ഒരു ദിവസം പ്യൂണ് വന്നില്ലെങ്കിൽ സാധാരണ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ ചാടുമല്ലോ, അപ്പൊ അതിന് വെള്ളം കുടിക്കുമല്ലോ. ഓക്കെ, അതേപോലെ മഴയത്തൊക്കെ വെള്ളം കുടിക്കില്ല, അല്ലെങ്കിൽ കുടത്തുനിന്നൊക്കെ കുടിക്കില്ല. ഓക്കെ, അതേപോലെയാണ് കുടിക്കുക. നോ പ്യൂൺ നോ വാട്ടർ എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ. ഒരുപാട് പഠിക്കുന്നുണ്ട്, ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ പ്രശ്നത്തിന് കാരണം മനുസ്മൃതിയാണെന്ന് പറഞ്ഞിട്ട് 1927 എന്ത് കത്തിക്കുന്നുണ്ട്? മനുസ്മൃതി കത്തിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് അത് കത്തിക്കുന്നുണ്ട്. ആ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. അദ്ദേഹം മാത്രമേ സൈമൺ കമ്മീഷനെ സ്വാഗതം ചെയ്തുള്ളൂ. 7 പേരടങ്ങുന്ന സൈമൺ കമ്മീഷനെ സ്വാഗതം ചെയ്യാൻ അദ്ദേഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് മുതലേ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഇവിടുന്ന് പ്രശ്നം കുറച്ചും കൂടി രൂക്ഷമാണ്. എല്ലാവരും സൈമൺ കമ്മീഷനെ തള്ളി പറയുന്നു. നമുക്ക് മുസ്ലിം ലീഗ് അടക്കം ഇൻ ദ സെൻസ് അവരാണ് എപ്പോഴും കോൺഗ്രസ് ഒരു തീരുമാനം പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പറയും. ഇന്നത്തെ മുസ്ലിം ലീഗുമായിട്ട് യാതൊരു ബന്ധമില്ല. തീരുമാനം പറയുമ്പോൾ വേറൊരു തീരുമാനം പറയാം. പക്ഷെ അവരെല്ലാവരും ഈ കാര്യത്തിൽ ഒന്നായി. സൈമൺ ഗോ ബാക്ക് എന്ന് വരെ മുദ്രാവാക്യം മുഴക്കി. അപ്പോൾ അംബേദ്കർ സ്വാഗതം ചെയ്തു. അംബേദ്കർ എല്ലാവരും വിളിച്ചു, ഒറ്റുകാരൻ, ചതിയനാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു തരിക. തിലക് പറഞ്ഞിട്ടുണ്ട്,
തിലക് പറഞ്ഞതായിരുന്നു, കോൺഗ്രസിന്റെ വേദി സാമൂഹ്യ പരിഷ്കരണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ വേദി ഞാൻ തീയിടും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആട്ടുംപാലിന്റെ മഹത്വത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, പാവം രാജകുമാരനിലെ ആട്ടുംപാലിന്റെ മഹത്വത്തെ കുറിച്ച്. അതായത് പശുവിന്റെ പാലെടുത്തു എന്ന് പറഞ്ഞാൽ പീഡനമാണ്. ഓക്കെ, നിങ്ങൾ മോഷ്ടിക്കുകയാണ് പശുവിന്റെ കുട്ടികൾ, ആടിന്റെ പാലെടുത്ത് കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായമുള്ള ആൾക്കാരുമായിട്ട് ഞാൻ എങ്ങനെയാണ് യോജിച്ച് പോവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഓക്കെ, ഞാൻ എന്റെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ. വലിയ വലിയ തർക്കങ്ങളെല്ലാം വരികയാണ്. സൈമൺ കമ്മീഷനെ സ്വാഗതം ചെയ്യാണ്. 1928 അവിടെ ഒരു തർക്കം വരികയാണ്. ആളുകളെല്ലാം സൈമണെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. പഞ്ചാബില് ലാലാ ലജ്പത് റായിയുടെ നെഞ്ഞില് ക്രൂരമായിട്ട് അടിക്കുകയാണ്. സ്കോട്ട് എന്ന ഉദ്യോഗസ്ഥൻ. ലാലാ ലജ്പത് റായ് കൊല്ലപ്പെടുകയാണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള നടന്ന പ്രക്ഷോഭത്തിൽ ലാത്തിചാർജിൽ കൊല്ലപ്പെടുന്ന ആരാണ്? ലാലാ ലജ്പത് റായ്. ഓക്കെ, ലാലാ ലജ്പത് റായ് കൊല്ലപ്പെടുകയാണ്. ഇത് HSRA എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയ്ക്ക് വളരെ രോഷം ഉണ്ടാക്കുകയാണ്. ഓക്കെ, HSRA അറിയാലോ സംഘടന, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. രാജ്ഗുരു, സുഖ്ദേവ് ഇവരൊക്കെയുള്ള അസോസിയേഷൻ, ചന്ദ്രശേഖർ ആസാദ് രൂപീകരിച്ച അസോസിയേഷൻ. ഓക്കെ, ആദ്യം HRA ആയിരുന്നു. പറഞ്ഞു തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വേറൊരു ഇതിൽ പറയും. ഓക്കെ, അപ്പൊ ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇവര് തീരുമാനിക്കുകയാണ് നമുക്ക് സ്കോട്ടിനെ അങ്ങോട്ട് വധിക്കാം. സ്കോട്ട് ഇറങ്ങി വരുമ്പോ തൂവാല കൊണ്ട് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതിലൊരു മോട്ടോർ സൈക്കിൾ വരുന്നുണ്ട്. സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഭഗത് സിംഗ് എന്നുള്ള സിനിമയിൽ വരുന്ന സമയത്ത് വെടിവെക്കുന്നുണ്ട്. പക്ഷെ ആള് മാറിപ്പോകും. സാൻഡേഴ്സൺ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെയാണ് കൊല്ലുന്നത്. അങ്ങനെ സാൻഡേഴ്സൺ വധിക്കുകയാണ്. ഇവരങ്ങനെ ഒളിവിൽ താമസിക്കുകയാണ്. ഇവരെല്ലാവരും HSRന്റെ ആൾക്കാരെല്ലാം ഒളിവിൽ താമസിക്കുകയാണ്. അതിൽ വേറെ വഴിയിലൂടെ പോകും. ഓക്കെ, നമുക്ക് ഈ വഴിയിലൂടെ പോവാം. സൈമൺ കമ്മീഷൻ മുമ്പിൽ സംസാരിക്കുകയാണ് അംബേദ്കർ. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സൈമൺ കമ്മീഷൻ ലണ്ടനിലേക്ക് തിരിച്ച് കപ്പൽ കയറുന്നുണ്ട്. അവിടെ പോയിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വിളിച്ചു കൂട്ടാം, വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാം. അങ്ങനെയാണ് 1930, 31, 32 എന്ത് വരുന്നത്, വട്ടമേശ സമ്മേളനങ്ങളിൽ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു സംഭവം 1928 സൈമൺ കമ്മീഷൻ ഇവിടെ വന്നപ്പോ ഇന്ത്യക്കാരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തല്ലോ. ബ്രിട്ടീഷ് പാർലമെന്റിൽ വെല്ലുവിളിച്ചു ഇന്ത്യക്കാരെ. വെല്ലുവിളി സ്വീകരിക്കുന്നവരാണല്ലോ നമ്മള്. വെല്ലുവിളിച്ചതാണ്, നിങ്ങൾക്കൊരു ഭരണഘടന ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ വെറുതെ എന്തിനെങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യണത്? ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്യണത്? ഞങ്ങൾ തരുന്ന കേട്ടിട്ട് അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മോത്തിലാൽ നെഹ്റു മുന്നോട്ട് വരികയാണ്. അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. റിപ്പോർട്ടിന്റെ പേര് നെഹ്റു റിപ്പോർട്ട്. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ജിന്നയുടെ 14 പദ്ധതികൾ 14 പോയിന്റ്സ് പ്രഖ്യാപിക്കണം. ഓക്കെ, അങ്ങനെ സ്വരാജ് എന്നുള്ള ആശയമൊക്കെ നമ്മുടെ മോത്തിലാൽ നെഹ്റു പറയുന്നുണ്ട്. പക്ഷെ 29 അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ട് ലാഹോറില് രവി നദിയുടെ തീരത്ത് വെച്ച് നടന്ന സമ്മേളനത്തില് ആദ്യമായിട്ട് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആയ ആ സമ്മേളനത്തില് അദ്ദേഹം പറയുന്നുണ്ട്, പതാക ഉയർത്തിയിട്ട് പറയുന്നുണ്ട്, എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിരിക്കും. ഇപ്പോ ആദ്യമായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോഴാണ് 1930 ജനുവരി 26. മനസ്സിലായല്ലോ? ഓക്കെ, ലാഹോർ സമ്മേളനത്തിൽ, പൂർണ്ണ സ്വരാജ് സമ്മേളനത്തിൽ ഇത് പറയാണ്. ഓക്കെ, CDM സിവിൽ നിയമലംഘന പ്രസ്ഥാനം നമുക്ക് ആരംഭിക്കാം എന്ന് പറയാണ്. സംഭവം ആരംഭിക്കുമ്പോ എന്ത് ചെയ്യും? നിലവിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യുമല്ലോ, അല്ലെങ്കിൽ റിബൺ കൊളുത്തുമല്ലോ, അല്ലെങ്കിൽ പിന്നെന്താണ് മറ്റേ വണ്ടീന്റെ മേലൊക്കെ, വണ്ടീന്റെ താഴെ നാരങ്ങയൊക്കെ വെച്ചിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. CDM അല്ലെങ്കിലേ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിൽ കൈകൊള്ളിയിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പേര് കോൺഗ്രസ് വിട്ട് പോകുന്നുണ്ട്. CDM ഇറക്കുമ്പോഴെങ്കിലും കറക്റ്റായി ഇറക്കണം. ഒരു പൊളിറ്റിക്കൽ ബ്രില്യൻസിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കണം, ലോകം സാക്ഷ്യം വഹിക്കണം. 1930 ടൈം മാഗസീന്റെ ഫ്രണ്ട് പേജിലടക്കം ആര് വന്നു? ഗാന്ധിജി വന്നു. എന്ത്? ഉപ്പ് സത്യാഗ്രഹം. ഓക്കെ, അപ്പൊ ഗാന്ധിജി ഇറക്കുന്നതിന് മുമ്പ് ഗാന്ധിജിയുടെ ഒരു 11 പരിപാടി ഇർവിന്റെ മുമ്പിൽ വെക്കുകയാണ്. ഇർവിനായിട്ട് സംസാരിക്കുകയാണ്. ഇർവിൻ ഗാന്ധിജി ഓരോന്ന് പറയുമ്പോ കിട്ടണി പറയുന്നുണ്ടല്ലോ, കേട്ടിട്ടുണ്ട്. ഓക്കെ, പറയാണ് ഇർവിൻ പറയാണ്, ഞാൻ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും കൊണ്ടുവരയ്ക്കുക, ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം വരുന്നത്. ഓക്കെ, നോക്കാം, വെറൊരു ഉപ്പിന് പോലും പൈസ ഏർപ്പെടുത്തുന്ന ആൾക്കാരാണ് ആര്? ബ്രിട്ടീഷുകാർ. നികുതി ഏർപ്പെടുത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇന്ന് ലോകത്തിനെ കൊണ്ട് പറയിപ്പിച്ചു ആര്? ഗാന്ധിജി. ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കാൻ പോവാണ്. സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് യാത്ര ആരംഭിക്കാൻ പോവാണ്. ഡേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് വേറൊരു ഡേറ്റ് തീരുമാനിക്കും, പോലീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നാ പിന്നെ പോലീസ് അടിച്ചമർത്തണല്ലോ, അപ്പൊ വേറൊരു ഡേറ്റിലേക്ക് ഒരാൾക്ക് പിറകിലേക്കൊക്കെ വരുന്നുണ്ട്, ഡേറ്റ് ഒക്കെ മാറ്റി വെക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അങ്ങനെ പോകുന്ന സമയത്ത് ഗാന്ധിജിയുടെ ഒരു 78 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ സ്ത്രീകൾ ആരുമില്ല. അപ്പൊ കമലാദേവി ചതോപാധ്യായ എന്ന് പറഞ്ഞ സ്ത്രീ പോയിട്ട് പറയുന്നുണ്ട്, സ്ത്രീകളില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, അപ്പൊ നടക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള ഒരുപാട് കാര്യം പറയുന്നുണ്ട്. പക്ഷെ കമലാദേവി ചതോപാധ്യായ പറയുന്നുണ്ട് ഇതൊന്നും പറ്റില്ല, സ്ത്രീകൾ വേണം എന്ന് പറയണം.
അത് ഗാന്ധിജി പറഞ്ഞു, ഇനി പറയാൻ പോണ ഒരു തമാശക്ക് പറയണേ, ഓക്കെ, അന്ന് നീ കൂടെ പോയി നടക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ദേവി ചെന്നപ്പോ ദേവി പറഞ്ഞു, ഇല്ല ഞാനില്ല. എന്നാ പിന്നെ ആരാണ്ടാവുക നോക്കുകയാണ്. പല പിന്നെ സരോജിനി നായിഡു, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതയാണ് ആര്? സരോജിനി നായിഡു. പഴയ 500 രൂപ നോട്ടിലൊക്കെ ഉണ്ടല്ലോ ഉപ്പ് സത്യാഗ്രഹം, അല്ലെ? ഇന്ത്യയുടെ പഴയ ചരിത്രങ്ങൾ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സരോജിനി നായിഡു ഉണ്ട് ഗാന്ധിജിയുടെ ഒപ്പം ഉപ്പ് സത്യാഗ്രഹത്തിന്. അവിടെ പോയിട്ട് ഉപ്പ് കുറുക്കാൻ പോകുന്ന സമയത്ത് പറയുന്നത്, ഒന്നില്ലെങ്കിൽ ഞാൻ ലക്ഷ്യം നേടും, അല്ലെങ്കിൽ എന്റെ ശവശരീരം കടലിന് കൊടുക്കും. ഓക്കെ, ഉപ്പൊക്കെ കുറുക്കാണ്. ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. പയ്യന്നൂരിൽ നടന്നു, അല്ലെ? ഇങ്ങനെയാണ് കേരള ഗാന്ധി എന്ന പേര് ആർക്ക് കിട്ടിയത്? കെ കേളപ്പന് കിട്ടിയത്. വേദാരണ്യം എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ സി രാജഗോപാലാചാരി വേദാരണ്യം ഗാന്ധിയായിട്ട് മാറണം. അങ്ങനെ ഒരുപാട് ഗാന്ധികൾ ഉണ്ടാവുകയാണ്. ഓക്കെ, അതിന് ഉപ്പ് സത്യാഗ്രഹം സഹായിക്കണം. അതിനു മുമ്പ് 1929 ഈ CDM-ആയിട്ട് ബന്ധപ്പെട്ട് ഖുദായി കിത്മഗാർ സർവൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. അവര് ചുവപ്പ് ഷർട്ടാണ് ധരിക്കുക. ഇത് ചുവപ്പല്ല, ഓക്കെ, അവര് ചുവപ്പ് ഷർട്ടാണ് ധരിക്കുക. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതിർത്തി ഗാന്ധി, ഓക്കെ, അവരൊക്കെ സമാധാന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ. ഗാന്ധിജിയുടെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ CDM അങ്ങനെ വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും CDM-ൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഭഗത് സിംഗ് 1929 മറ്റേ തോന്നുന്നു ലാഹോർ കോൺസ്പിറസി കേസിൽപ്പെട്ട ഭഗത് സിംഗ് ബതുകേശ്വർ ദത്ത് എന്ന് പറഞ്ഞ തന്റെ കൂട്ടുകാരന്റെ ഒപ്പം സെൻട്രൽ അസംബ്ലിയിൽ ബോംബെറിയാണ്. ആരും ഇല്ലാത്ത സ്ഥലത്താണ് പറയുന്നത്. എന്നിട്ട് ഒരു നോട്ടീസ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ബധിരകരണങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രയോഗം തന്നെ തെറ്റാണ്. ബധിരകരണങ്ങൾ കേൾക്കില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ഉറക്കം നടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓക്കെ, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉറങ്ങുന്നവരല്ല, ഉറക്കം നടിക്കുന്നവർ. കാരണം ആ സമയത്ത് 1929 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒരു മരിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഭഗത് സിംഗും ബാക്കിയുള്ള എല്ലാവരും പിടിയെടുക്കുന്നുണ്ട്. ഇത് പോവാണ്. 1ാമത്തെ വട്ടമേശ സമ്മേളനം ആ സമയം ലണ്ടനിൽ നടക്കുന്നുണ്ട്. സൈമൺ കമ്മീഷനായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസും അതിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പൊളിഞ്ഞു. ഏറ്റവും വലിയ പാർട്ടി ഏതാണ്? കോൺഗ്രസ് ആണ്. ഓക്കെ, ഭഗത് സിംഗ് അപ്പൊ ജയിലിലാണ്. ഓക്കെ, ഗാന്ധിജി CDM-ആയിട്ട് മുന്നോട്ട് പോവാണ്. അവിടെ വട്ടമേശ സമ്മേളനം നടക്കുന്നുണ്ട്. അംബേദ്കർ അങ്ങോട്ട് പോയി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പൊ അതില് സർദാർ വല്ലഭായ് പട്ടേല് അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളില് ബർദോളിയിൽ വെച്ചിട്ട് സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അങ്ങനെ ബർദോളി ഗാന്ധി എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ കിട്ടുന്നുണ്ട്. സർദാർ എന്നാണ് വിളിച്ചത്. സർദാർ മീൻസ് ലീഡർ. ഗാന്ധിജിക്ക് 2 കണ്ണുകളാണ്. ഒരു കണ്ണ് ജവഹർലാൽ നെഹ്റു, വേറൊരു കണ്ണ് പട്ടേല്. രണ്ടും പ്രിയപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരും ഗാന്ധിജിയുടെ ഒപ്പം നിൽക്കുന്നു എന്നൊരു തോന്നല് ഗാന്ധിജിക്ക് വരികയാണ്. 1930 കാലഘട്ടങ്ങളിൽ സമരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇർവിന് മനസ്സിലായത്, കോൺഗ്രസ് ഇല്ലാതെ വട്ടമേശ സമ്മേളനം ജയിക്കില്ല. എന്നാൽ ഗാന്ധിജിയോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ഡൽഹിയിൽ വെച്ചിട്ട് ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്യണം, ഡൽഹി പാക്ട് സൈൻ ചെയ്യണം. വട്ടമേശ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാം, CDM പിൻവലിക്കാം, നിങ്ങളും കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് പോയിന്റ്സ് അംഗീകരിക്കാം. ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിളിച്ചു. ഓക്കെ, ബതുകേശ്വർ ദത്തിന് ജീവപര്യന്തമാണ്. ബതുകേശ്വർ ദത്തിന് ഒരു കത്തൊക്കെ അയക്കുന്നുണ്ട് ഭഗത് സിംഗ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഭഗത് സിംഗ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് പേര് വന്ന് കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഷഹീദ് ഭഗത് സിംഗിനെ കണ്ട ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പൊ ഗാന്ധിജി അവിടെ പോയിട്ട് ഡൽഹി പാക്ടിൽ പോയി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഭഗത് സിംഗ്, കുറെ പേര് പറയുന്നത് രണ്ട് അഭിപ്രായം പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഭഗത് സിംഗിനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ ഗാന്ധിജി അത് ചെയ്തില്ല. ഗാന്ധിജി അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു. ഗാന്ധിജിക്ക് ജലസി ആയിരുന്നു. കാരണം ഭഗത് സിംഗ് അത്രയും ഇതായിട്ട് വരുന്നു. ഒരു വിഭാഗം പറയണത്, ബാക്കിയുള്ള വിഭാഗം പറയണത്, അതിനെ ഗാന്ധിജി അനുകൂലിക്കുന്ന വിഭാഗം പറയണത് അദ്ദേഹം ഒരു മിസ്ഗൈഡഡ് എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞു വെച്ചാൽ ഇന്ത്യക്ക് ശരിയായ രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം പറയുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും ഭഗത് സിംഗ് 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെടുകയാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഇവരെല്ലാം തൂക്കിലേറ്റപ്പെടുകയാണ്. ആ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവം നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കട്ടെ. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അതൊക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അത്രയും വലിയ ടോപ്പിക്കാണ് ഇത്. അത്രയും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മളിത് പഠിക്കാനുള്ള കാര്യം പറഞ്ഞ കാരണം കൊണ്ട് അത് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പോകും. ടച്ച് ചെയ്ത് പോകാതെ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. എന്നാലാണ് കഥ കേൾക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ. അവിടെ അങ്ങനെ ഒരു വലിയൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ 1931 മാർച്ച് 23 ഇവരെ തൂക്കിക്കൊല്ലുകയാണ്. പക്ഷെ ഇവര് പറഞ്ഞ ഞങ്ങളെ വെടിവെച്ച് കൊല്ലണം, പിന്നെ ഞങ്ങളുടെ കൈ സ്വതന്ത്രം ഇടണം, മുഖം മൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അങ്ങനെ ഭഗത് സിംഗ് ബുക്ക് വായിക്കുമ്പോഴാണ് ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വരുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, 2 ആളുകൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വിപ്ലവകാരികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ലെനിൻ, വേറൊന്ന് ഞാൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബുക്ക് വായിക്കുകയാണ്. ഞങ്ങൾ സംസാരിച്ചു, എനിക്ക് കുറച്ച് സമയം കൂടി തരണം എന്ന് പറയണം. പണ്ട് ഒരു 19കാരനെ തൂക്കിക്കൊല്ലാൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അവസാനത്തെ ആഗ്രഹം മാമ്പഴം തിന്നണമെന്നാണ്. ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി? ഖുദിറാം ബോസ്.
നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ. രസകരമായിട്ടുള്ള കമന്റുകൾ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു, ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അത് ചെയ്യാം കേട്ടോ. പിന്നെ ഭഗത് സിംഗ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. ഭഗത് സിംഗിനെ ഒരുപാട് പേര് പിടിച്ചു വലിക്കുന്നുണ്ട്, മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം നമുക്ക് മീശയൊക്കെ ആക്കിയിട്ട് ഇതൊന്നുമില്ല അല്ലെ, ഓക്കെ, താടിയൊന്നുമില്ല. അങ്ങനത്തെ പിക്ചറൊക്കെ നിങ്ങൾ വളരെ കുറവ് മാത്രമേ കണ്ടുള്ളൂ. ജയിലിൽ കിടക്കും മാത്രം താടി വന്നത്. വിശ്വാസി അല്ല. ഓക്കെ, അപ്പോ നീ മരിക്കാൻ പോകണ നിനക്ക് സ്വർഗം കിട്ടണം എന്ന് ബാക്കിയുള്ളവർ വന്ന് പറയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഞാൻ ഇത്ര കാലം വേറെ രീതിയിൽ 23 കൊല്ലം ഞാൻ വേറെ രീതിയിൽ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാ പറയുന്നത് കേട്ടോ. 3 വർഷം ഞാൻ വേറെ രീതിയിൽ ജീവിച്ചു, പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് മാത്രം അങ്ങനെ ചെയ്തു പറഞ്ഞു വെച്ചാൽ ഞാൻ എന്നോട് ചെയ്യുന്ന മനസാക്ഷിയോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിരിക്കും, എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഒരുപാട് പേര് വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ ദേശത്തിൽ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി, ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന ബുക്ക് അദ്ദേഹം എഴുതി. ഇനി അതിനുശേഷം അദ്ദേഹം ഈ ഗാന്ധി ഇർവിൻ പാക്ട് കഴിഞ്ഞതിന് ശേഷം കറാച്ചിയിൽ എത്തുന്ന ഗാന്ധിജിയുടെ കൈകളിൽ കറുത്ത ബൊക്കയും പിന്നെ മുദ്രാവാക്യം ജനങ്ങൾ വിളിക്കുന്നത് ഗാന്ധി ഗോ ബാക്ക്, നിങ്ങളാണ് അതിന് കാരണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഗാന്ധിജിക്ക് കറുത്ത ബൊക്ക കിട്ടുക, ഗാന്ധിജിയോട് പുറത്തു പോകാൻ പറയാം. നോക്കുക, 1919 മുതൽ 47 വരെ, അവസാന കാലഘട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ 34 ശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ പറയണം 47 വരെ ഗാന്ധിയൻ ഇറ എന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരുപാട് പേര് വിശേഷിപ്പിച്ചത്. ആ ഗാന്ധിയോട് പുറത്തു പോകാൻ പറയും. അത്രയും ഇമ്പാക്ട് ഇന്ത്യൻ ജനമനസ്സുകളിൽ ആർക്ക് ഉണ്ടാക്കാൻ പറ്റി? ഭഗത് സിംഗിന് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ അതിനേക്കാളും വലുതെന്ന് കുറെ പേര് കരുതുന്ന സൂര്യാസൻ. ഓക്കെ, സൂര്യാസന്റെ അഭിപ്രായ പ്രകാരം ബാക്കിയുള്ള എല്ലാവരും മണ്ടന്മാരാണ് കേട്ടോ. കാരണം അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയിൽ ഇപ്പോ 10-30 കോടി ആൾക്കാർ, ആ സമയത്ത് ഒരു 10-10,000 ആൾക്കാർ ബ്രിട്ടീഷുകാർ, നമ്മളെല്ലാരും കൂടി തുപ്പാണ്. തുപ്പുന്ന സമയത്ത് ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യാണ്? എല്ലാവരെയും നമുക്ക് മുക്കിക്കൊല്ലാൻ പറ്റും. ഓക്കെ, അവരെല്ലാവരെയും നമുക്ക് അതില് നമ്മുടെ 30 കോടി ജനങ്ങളുടെ തുപ്പല് അവർ മുങ്ങി മരിക്കും. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ബ്രിട്ടീഷുകാരെ കാണുമ്പോ നമുക്ക് തുപ്പല് വരില്ല, സായിപ്പിനെ കാണുമ്പോ കാവാത്ത് മറക്കും. സൂര്യാസെന്നിന്റെ കഥകളും ബാക്കിയുള്ള കഥകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സില്. ഇപ്പൊ നമ്മളവിടെ നിർത്തുന്നത് വട്ടമേശ സമ്മേളനമാണ്. ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം പരാജയമായിരുന്നു. ഭഗത് സിംഗിന്റെ കൂട്ടാളികളും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം തൂക്കിക്കൊല്ലുകയാണ്. HSRA എന്നുള്ള അസോസിയേഷൻ അവസാനിക്കുകയാണ്. ഗാന്ധിജി ഇപ്പോൾ കപ്പൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. രജപുത്താന എന്ന് പറഞ്ഞ കപ്പലിൽ കയ്യിൽ ഒരു ആടുമായിട്ട്, നിർമ്മല എന്ന ആടുമായിട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരേ ഒരു പ്രതിനിധിയായിട്ട് കപ്പൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ശത്രുവിനെ നേരിടേണ്ടി വരും. ആ ശത്രുവും ഗാന്ധിജിയും തമ്മിൽ അടിയാവുകയാണ്. പിന്നീട് ആ ശത്രു ഇന്ത്യയിലേക്ക് ഒരു പഴം കൊണ്ടുവരികയാണ്, പ്രതീകാത്മകമായിട്ട് പറയാൻ ഒരു പഴം കൊണ്ടുവരികയാണ്. കോൺഗ്രസ് അത് കടിച്ച് തിന്നിട്ട് അതിന്റെ വേസ്റ്റ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. അദ്ദേഹം രോഷാകുലനായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ആജന്മ ശത്രുക്കളായിട്ട് ആ സമയത്തെ കോൺഗ്രസ് മാറുകയാണ്. ഓക്കെ, ആ കഥ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ 1947 കംപ്ലീറ്റ് ആക്കും. ഒരു 5 വീഡിയോ. ഓക്കെ, 5 വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏകദേശം 5, ചിലപ്പോൾ 1-2 കൂടും. ആ വീഡിയോയും കൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻ ടെസ്റ്റിനുള്ള എല്ലാ സംഭവവും ഇതേപോലെ ഒരു കഥ പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ആദ്യം നമ്മൾ പറഞ്ഞത് 1919 റൗളത്ത് ആക്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഖിലാഫത്ത് മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, ഗാന്ധിജി ചൗരി ചൗര സംഭവം, ബർദോളി റെസല്യൂഷനിലൂടെ അത് പിൻവലിച്ചത്, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്, പിന്നെ ഗാന്ധിജി ജയിലിൽ കിടന്നത്, ഗാന്ധിജി ആത്മകഥ എഴുതിയത്, സ്വരാജ് പാർട്ടി ഉണ്ടായത്, കാക്കിനാട സമ്മേളനത്തിൽ TK മാധവൻ പ്രമേയം അവതരിപ്പിച്ചിട്ട് വൈക്കം സത്യാഗ്രഹത്തിന് കോൺഗ്രസ് മുന്നോട്ട് വന്നത്, പിന്നെ ഗാന്ധിജി അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നത്, സൈമൺ കമ്മീഷൻ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി വന്നത്, അതിന്റെ ഭാഗമായിട്ട് ലാലാ ലജ്പത് റായ് കൊല്ലപ്പെടുന്നതും നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നു. പിന്നീട് അതിനെ തുടർന്ന് 1929 സ്വരാജ് സെഷനും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നീട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഇറങ്ങുന്നത്, ലാലാ ലജ്പത് റായ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന്, പഞ്ചാബിലെ സിംഹം കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സാൻഡേഴ്സൺ വധം വരുന്നത്, ഡൽഹി സെൻട്രൽ അസംബ്ലിയിൽ ബോംബേർ കേസ് വരുന്നത്. അങ്ങനെ നിങ്ങളൊരു ചിത്രം പോലെ ഇങ്ങനെ ആലോചിച്ച് വെക്കുക. ഞാനിത് ശരി തെറ്റൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ അത് തെരഞ്ഞെടുക്കാം. ആര് ചെയ്താണ് ശരി? ഗാന്ധിജിയാണോ ശരി, അല്ലെങ്കിൽ അംബേദ്കർ ആയിരുന്നോ ശരി? ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എല്ലാവർക്കും വേണ്ടി വസ്ത്രം അഴിച്ചു വെച്ചു ഗാന്ധിജി, ഒറ്റ തുണി മാത്രം എടുത്തു. അംബേദ്കർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തുണിയില്ലാതെ നടക്കേണ്ട ആൾക്കാരല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും തുണി വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കോട്ട് ധരിച്ചു. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി? കവാലി സിംഗിലൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതേപോലെ അങ്ങനെ നിങ്ങൾക്ക് ശരി തെറ്റുകളൊക്കെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം കേട്ടോ.
നമ്മളൊരു പഴത്തിന്റെ കാര്യത്തിലാണ് നിർത്തിയത് അല്ലെ. ഒരു പഴം അംബേദ്കർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, കോൺഗ്രസ് അത് കഴിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നിട്ട് അതിന്റെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? അംബേദ്കറുടെ മുഖത്ത് തുപ്പി. അംബേദ്കർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആ പഴത്തിന്റെ പേരാണ് കമ്മ്യൂണൽ അവാർഡ്. റാംസെ മക്ഡൊണാൾഡ് 1932 പ്രഖ്യാപിച്ച ആ അവാർഡിന്റെ പേരാണ് കമ്മ്യൂണൽ അവാർഡ്. 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണൽ അവാർഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മണ്ഡലത്തില്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയില് SC കാൻഡിഡേറ്റ് നിൽക്കുകയാണെങ്കിൽ അവിടെ SCക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ST കാൻഡിഡേറ്റ് നിൽക്കുകയാണെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് അതൊരു ലോജിക് ആയിട്ട് തോന്നില്ല. പക്ഷേ പണ്ട് കാലഘട്ടത്തില് മോർലിമിൻഡോ റീഫോംസ് 1909 മുതൽ മുസ്ലിം വിഭാഗത്തിന് അങ്ങനത്തെ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൊണ്ടേഗു ചെംസ്ഫോർഡ് റിപ്പോർട്ട് 1921 ബാക്കി കുറച്ച് വിഭാഗങ്ങളെയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നായിരുന്നു അംബേദ്കറുടെ ആവശ്യം. അംബേദ്കർ വളരെ സന്തോഷത്തോടു കൂടി ഇന്ത്യയിലെത്തുകയാണ്. ഇന്ത്യയിലെത്തുന്ന സമയത്ത് ഒരാൾ ജയിലിലായിരുന്നു. അദ്ദേഹം പൂനെയിലെ ജയിലിൽ വെച്ച് നിരാഹാരം ഇരിക്കണം. നിരാഹാരം ഇരുന്ന അദ്ദേഹത്തിന്റെ ആവശ്യം ഇതായിരുന്നു: അംബേദ്കർ ആ അവാർഡ് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എന്നാലോചിച്ച് നോക്കുക, വളരെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇവിടെ എത്തുമ്പോ എന്റെ മതം വിഭജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ശത്രുക്കൾ വീണ്ടും ഏറ്റുമുട്ടാണ്. ശത്രു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പോലെ, രാഷ്ട്രീയത്തിൽ കാണുന്ന പോലെ കുതികാൽ വെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. പറയുന്ന കുത്ത് അതൊന്നുമല്ല. ആശയപരമായിട്ടുള്ള ശത്രുതയാണ്, ആശയപരമായിട്ടുള്ള ശത്രുത. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇതില് അംബേദ്കർ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആളുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, MK ഗാന്ധി. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അങ്ങനെ അംബേദ്കറോട് എല്ലാവരും പോയിട്ട് കാലിൽ വീഴുന്നുണ്ട്. ഞങ്ങളുടെ ഗാന്ധി മരിക്കാൻ പോവാണ്, നിങ്ങള് ആണ് അതിന് കാരണം. അംബേദ്കർ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അതിന് കാരണമാവുക? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹം അവിടെ പൂനെയില് സത്യാഗ്രഹം, നിരാഹാരം ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു, ഈ കാണുന്ന വിളക്കുകാലിൽ അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇതിൽ നിങ്ങൾ എന്നെ കെട്ടിത്തൂക്കി എന്ന് വിചാരിക്കുക, കൊന്നിട്ട് എനിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിത്തൂക്കി കൊല്ലുകയാണ്, എന്നാലും ഞാൻ എന്റെ ജനതയെ ഒറ്റുകൊടുക്കില്ല. അപ്പോ അംബേദ്കർ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അവസാനം അടിയറവ് പറയേണ്ടി വരികയാണ്. അങ്ങനെ സെപ്റ്റംബർ 24 മീറ്റിംഗ് തുടങ്ങുന്നുണ്ട്. 1932 അതേ വർഷം സെപ്റ്റംബർ 25 ഒപ്പുവെക്കുകയാണ്. പൂനെയിൽ വെച്ചിട്ട് ഒപ്പുവെച്ചു. അതുകൊണ്ട് അതിന് പേര് വന്നു പൂന പാക്ട്. 1931 ഡൽഹിയിൽ വെച്ചിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഗാന്ധിയും ഇർവിനും തമ്മിൽ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട്. അത് ഏത് പാക്റ്റാണ്? ഡൽഹി പാക്ട്. ഏതാണോ സ്ഥലം അതിന്റെ പേരിലാണ് അറിയപ്പെടുക. കരാറൊക്കെ പറയുമല്ലോ നമ്മള്, താഷ്കന്റ് കരാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെയാണത്. അപ്പൊ അതില് പൂന പാക്ട് ഒപ്പുവെച്ചു. അങ്ങനെ അത് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അതില് ഇന്ന് കാണുന്ന റിസർവേഷൻ രീതിയിലുള്ള കാര്യം വരികയാണ്. പക്ഷെ അംബേദ്കർ പറയുന്നുണ്ട് അതിന്റെ ഫലം കുറഞ്ഞു. ഓക്കെ, അതിന് കിട്ടുന്ന ഫലം കുറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾ എന്തോ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നും അവർ തമ്മിൽ ശത്രുതയിലായിരുന്നു. ഇനി അതിനുശേഷം 1900 ഗാന്ധിജി ഇവിടെ എത്തിയതിനു ശേഷം CDM തുടങ്ങിയതിനു ശേഷമാണ് 1932 ഇവിടെ എത്തിയതിനു ശേഷം, അല്ലെങ്കിൽ 1931 ഇവിടെ എത്തിയതിനു ശേഷം CDM വീണ്ടും തുടരാണ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആ സമയത്താണ് ഗാന്ധിജിയെ ജയിലിലടച്ച്. അങ്ങനെയാണ് ഇത് വരുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്നെ 1928 ഒരു പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് കൂറു പുലർത്തുന്ന, അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആയ പാർട്ടിയാണ്. 2 ചെറുപ്പക്കാര്, സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായ 2 ചെറുപ്പക്കാരാണത് ആരംഭിക്കുന്നത്. ആരൊക്കെയായിരിക്കും അത്? ആ 2 ചെറുപ്പക്കാര്, ഒരാള് ജവഹർലാൽ നെഹ്റു, മറ്റൊരാള് അദ്ദേഹം ജനിച്ചത് കട്ടക്കിലാണ്. ഓക്കെ, ഒഡീഷയിലെ മഹാനദിയുടെ തീരത്തുള്ള കട്ടക്കില്. പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മ മേഖലയായി തെരഞ്ഞെടുത്തത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറിയായ ബംഗാളാണ്. കാരണം അവിടെയാണ് ഒരുപാട് നേതാക്കന്മാരുള്ളത്. അതാണ് ശരിക്കും ഇന്ത്യയുടെ എല്ലാമായിരുന്ന ആ സ്ഥലം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ എല്ലാമായിരുന്ന ആ സ്ഥലം. അദ്ദേഹം അവിടെ പോവാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കഥകളും, പിന്നെ അദ്ദേഹം മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകളും ഉണ്ടാവും. ഓക്കെ, ആരാണ് അദ്ദേഹം? നേതാജി. ഈ 2 ആളുകളാണ്. ഇവർ രണ്ടുപേരും ചങ്കും കരളൊക്കെയായിരുന്നു. അവർ നേരെ മുന്നോട്ട് പോവാണ്, പാർട്ടി രൂപീകരിക്കുകയാണ്. എന്തായിരുന്നു ആ പാർട്ടിയുടെ പേര്?
ആ പാർട്ടിയുടെ പേരെന്തായിരുന്നു? ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ്. അങ്ങനെ ആ പാർട്ടി ആരംഭിക്കുകയാണ്. അങ്ങനെ ആ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ബാക്കി കോൺഗ്രസിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ജയപ്രകാശ് നാരായണനും ആചാര്യ നരേന്ദ്രദേവൊക്കെ കൂടി സ്ഥാപിക്കുന്നുണ്ട്. വട്ടമേശ സമ്മേളനത്തിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം, ഈ സോഷ്യലിസ്റ്റ് വേവിലേക്ക് തിരിച്ചു വരാം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ മിക്കവാറും ആളുകൾ പറയാം ആദ്യത്തെ പേര് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതല്ലാതെ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. കവി മുഹമ്മദ് ഇക്ബാൽ, സാരേ ജഹാം സെ അച്ഛ എന്നെഴുതിയ മുഹമ്മദ് ഇക്ബാൽ. എന്റെ ചോദ്യം ഇതാണ്, കമന്റ് ചെയ്യുക, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിതയാര്? ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിതയാര്? ഇനി അതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, 1934 ഗാന്ധിജി അതിന് രാജിവെക്കുകയാണ്. 34 35 പുതിയൊരു ആക്ട് വരുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു അത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവിടെ നിന്നായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. നെഹ്റു ഇതിനെ വിശേഷിപ്പിച്ചത് നല്ല വണ്ടിയൊക്കെയാണ്, ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതിന് ബ്രേക്ക് ഇല്ല. ഓക്കെ, ബ്രേക്ക് ഇല്ലാത്തൊരു വാഹനമായിരുന്നു അത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് കാരണം 3 വട്ടമേശ സമ്മേളനങ്ങളാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, മൊണ്ടോഗ്യു ചെംസ്ഫോർഡ് റിപ്പോർട്ട് വന്നു, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സൈമൺ കമ്മീഷൻ വന്നു. സൈമൺ കമ്മീഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനങ്ങൾ വന്നു. പിന്നീട് അതിനെ ആസ്പദമാക്കിയിട്ട് എന്ത് വന്നു? വൈറ്റ് പേപ്പർ റീഫോംസ് വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചേർന്നിട്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പിന്നീട് പറയാനുള്ളത് ആ പഴയ ചെറുപ്പക്കാരനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. കട്ടക്കിൽ ജനിച്ച ആ ചെറുപ്പക്കാരൻ ശരിക്കും 1938 ഇന്ത്യയുടെ പ്രതീക്ഷയായി വളരുന്ന ആ ചെറുപ്പക്കാരൻ 1938 INCയുടെ പ്രസിഡന്റായി മാറി. ഹരിപുര സമ്മേളനത്തില് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചിത്രമുണ്ട്, നന്ദലാൽ ബോസ് വരച്ച ഗ്രാമീണ ചെണ്ടക്കാരൻ. ആ ചിത്രം വരച്ച അത് അവിടെ പ്രദർശിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. അടുത്ത സമ്മേളനത്തിലും ഞാൻ പ്രസിഡന്റ് ആവാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഗാന്ധിജിയും ബാക്കിയുള്ളവരും പറഞ്ഞത് ആവണ്ട എന്ന് പറയാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് പ്രാമുഖ്യം പ്രകടിപ്പിക്കുന്ന, അതിനോട് ഒരു ചായ്വുള്ള ആ ചെറുപ്പക്കാരൻ ആവരുത് എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ആവരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും? ആ യുവാവ് ഞാൻ ആവുമെന്ന് പറയും. ഓക്കെ, അതാണല്ലോ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോ പറ്റുമെന്ന് പറയണം. അദ്ദേഹം നിൽക്കുകയാണ്, അങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നോക്കുക, 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇലക്ഷൻ വന്നിട്ടേ ഇല്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ ഇലക്ഷൻ വരുന്നത്. അങ്ങനെ ഗാന്ധിജി പറഞ്ഞു ഞാൻ ഒരാളെ നിർത്താം. അങ്ങനെ പട്ടാഭി സീതാരാമയ്യ, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യ ഒരു വശത്തും, വേറൊന്ന് സുഭാഷ് ചന്ദ്രബോസ് ഒരു വശത്തും. അങ്ങനെ രണ്ടുപേരും കൂടി മത്സരിക്കുകയാണ്. ഇലക്ഷൻ ഫലം വരികയാണ്. പതിവ് പോലെ ആര് ജയിക്കുകയാണ്? സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയാണ്. പക്ഷെ അദ്ദേഹം മീറ്റിംഗ് അവതരിപ്പിക്കുന്ന സമയത്ത് പറയുന്ന കൂക്കലും വിളിയൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോ അദ്ദേഹം ഇറങ്ങിപ്പോവാണ്, അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഓക്കെ, എനിക്കിത് വേണ്ട, ഓക്കെ നിങ്ങളിത് തരണം, വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതല്ല, എനിക്കിത് വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. പാർട്ടിയുടെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക്. നോക്കാം, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് എന്ത്? ഫോർവേഡ് ബ്ലോക്ക്. അതിനു മുമ്പ് വേറൊരു പാർട്ടി അദ്ദേഹം നെഹ്റുവുമായി കൂടി ചേർന്ന് രൂപീകരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ അദ്ദേഹം INA രൂപീകരിച്ചു എന്നൊക്കെ പലരും പറയും. INA രൂപീകരിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. INA രൂപീകരിച്ചത്. INAയുടെ കഥ നമ്മൾ വേറൊരു സെഷനിൽ പറയും. അങ്ങനെ ആ സോഷ്യലിസ്റ്റ് വേവുമായിട്ട് INC അങ്ങനെ അടുത്തടുത്ത് പോവാണ്. പിന്നീട് 1955 ആവടി സെഷനിൽ സോഷ്യലിസം കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് കരുതുന്നുണ്ട് കേട്ടോ. INC സമ്മേളനത്തിലാണ്. കാലം ഒരുപാട് കഴിഞ്ഞു. അതിനു മുമ്പേ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നെഹ്റുവിനും അത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1955 ആവടി സെഷനില് കോൺഗ്രസിന്റെ ആശയമായിട്ട് എന്തും കൂടി വരുന്നത്? സോഷ്യലിസവും കൂടി വരുന്നത്.
അങ്ങനെ അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സൂര്യാസെന്റെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഒരുപാട് കഥകളുണ്ട്, അതിലൊരു ചെറിയ കഥ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൂര്യാസെന് ചിറ്റഗോങ്ങില് ആർമറി റെയ്ഡ് നടത്തുകയാണ്. ചിറ്റഗോങ്ങിലെ അവരുടെ നാവിക ആസ്ഥാനം, അല്ലെങ്കിൽ നാവിക ആസ്ഥാനമല്ല, അവരുടെ മിലിറ്ററിയുടെ ആസ്ഥാനത്തിലേക്ക് പോവാണ്. പോയി കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യാസെനെ ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരായിരുന്നു. കാരണം എന്താണ് ഒരാളിനെ കൊന്നിട്ട കാര്യം, കൊല്ലുമ്പോ എന്ത് ചെയ്യണം, എല്ലാ ബ്രിട്ടീഷുകാരും അങ്ങോട്ട് തീർക്കണം. അങ്ങനെ അവര് അവിടെ പോവാണ്, അവരുടെ ക്യാമ്പിൽ പോവാണ്. ക്യാമ്പിൽ പോയതിനു ശേഷം അവിടെ ആയുധമൊക്കെ വെച്ചിട്ടുണ്ട്, തോക്കെടുക്കാണ്, ഇവരെല്ലാരും കൂടി വെടിവെക്കുകയാണ്. തമാശ രൂപത്തിൽ പറയാണ്. ഇതേപോലെയാണ് നടന്നത്, എക്സാക്ട് ഇതേപോലെയല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, തോക്കെടുത്ത് വെടിവെക്കണം. അപ്പൊ ആ തോക്കിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അനിയൻ ബാബ ചേട്ടൻ ബാബയിൽ പറയുന്നുണ്ടല്ലോ, ടൈപ്പ് റെക്കോർഡറിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ്? റെക്കോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. അതേപോലെ ഈ തോക്കിനൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ്? വെടി പൊട്ടില്ല. ഓക്കെ, അപ്പൊ തോക്ക് വർക്ക് ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അവര് വെടിവെച്ചു. അപ്പൊ ഒന്നും ചെയ്യാനില്ല, അവിടെ നിന്ന് എന്ത് ചെയ്തു? ഓടി. ഓക്കെ, അങ്ങനെ ഒരുപാട് കാലം ഒളിവിലൊക്കെ താമസിക്കുന്നുണ്ട്. പിന്നീട് ആളുകൾ ഒറ്റ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പിടിക്കപ്പെടുകയാണ്. ധീരനായ അദ്ദേഹത്തെ വളരെ ദാരുണമായിട്ടാണ് കൊന്നത്. ബ്രിട്ടീഷുകാർക്ക് അത്രയും പേടിയായിരുന്നു. ഓക്കെ, സൂര്യാസെന് മുന്നോട്ട് വെച്ച ആശയം ഇന്ത്യയിൽ നടപ്പിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബാക്കിയുള്ള സ്വാതന്ത്ര്യ സമരം പോലെ ആയി മാറിയനെ. ഓക്കെ, ബാക്കി ആ പോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെയായി മാറിയനെ. ഇന്ത്യക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ അവസാനം പറയും. ഓക്കെ, ഇന്ത്യക്ക് ഇനി പോരാട്ടം നടത്തിയിട്ടാണോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും സംഭവം വന്നിട്ടാണോ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറയും. ഓക്കെ, അപ്പോ സൂര്യാസെൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു അധ്യായമാണ്. ഇന്ത്യൻ റവല്യൂഷണറി ആർമി രൂപീകരിച്ച മാസ്റ്റർദ എന്നറിയപ്പെട്ട ചിറ്റഗോങ് സായുധ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? സൂര്യാസെൻ. മറക്കരുത് ആ പേര്, സൂര്യാസെൻ. ഉറുമിയിൽ പറയുന്നുണ്ടല്ലോ, മറക്കരുത് ആ പേര്. അതേപോലെ ഇവിടെ ആ പേര് മറക്കരുത്, സൂര്യാസെൻ. 1935 ആ ആക്ടിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. ആ ഇലക്ഷൻ വരുമ്പോ ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അങ്ങനെ ബാക്കിയുള്ള ഒരുപാട് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ മത്സരിക്കുന്നുണ്ട്. 37 ഇലക്ഷൻ വരുന്നത്. 37 മിക്കവാറും എല്ലാ സീറ്റിലും ആര് ജയിച്ചു? കോൺഗ്രസ് ജയിച്ചു. നോക്കുക, ബാക്കിയുള്ള എല്ലാവരും ഇതിനെതിരായിരുന്നു. 1935 ആക്ടിനെ കോൺഗ്രസ് എതിർക്കാനുള്ള കാരണം അഡൽട്ട് ഫ്രാഞ്ചൈസി കിട്ടിയില്ല, അങ്ങനെ ഒരുപാട് കാരണം പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് എതിർക്കാനുള്ള കാരണം നിങ്ങൾ എന്തിനാണ് വോട്ടവകാശ ഇലക്ഷൻ ഇതൊക്കെ നടത്തുന്നത്, അങ്ങനെ ആകുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ട് ഇത് മാറും. ബാക്കിയുള്ള ആളുകൾ പറഞ്ഞത്, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പറഞ്ഞത് ഇത് കൂടുതൽ ജനാധിപത്യപരമായിട്ട് മാറി എന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഷ്ടത്തിലാവും. ഇന്ത്യ രണ്ട് ഇന്ത്യയാണ്. ഒന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങള്, തിരുവിതാംകൂർ, കൊച്ചി, അങ്ങനെയുള്ള പ്രദേശങ്ങള്. വേറൊന്ന് ഏതാണ്? മലബാർ റീജിയൻ പോലെയുള്ള ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങള്. അതെന്താണ് അങ്ങനെ വന്നതെന്ന് നമ്മൾ പറയും. അത് പഴയ 1858 കലാപത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതിലേക്ക് പോകണം. അത് നമ്മൾ വേറൊരു സെഷനായിട്ട് എടുക്കാം. ശ്രദ്ധിക്കുക, 1935 ആക്ട് പ്രകാരം 1937 ഇലക്ഷൻ വരികയാണ്. ശ്രദ്ധിക്കുക, 37 അതിലൊക്കെ ഇലക്ഷൻ വന്നു. 39 ഇവരിങ്ങനെ രൂപീകരിച്ചുകൊണ്ടിരിക്കണം. ഓരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ ഓരോ ചെറിയ ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളിലെല്ലാം ഗവൺമെന്റ് ഉണ്ടാക്കണം. മിക്കവാറും പ്രദേശങ്ങളിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ആ പഞ്ചാബ് റീജിയനിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ സമീപിച്ചു. കോൺഗ്രസ് പറഞ്ഞു, നിങ്ങൾ വേറെ ഞങ്ങള് വേറെ, നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ. കേംബ്രിഡ്ജില് റഹ്മത്ത് അലി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനാണ് ആ പേരിട്ടത്. പാകിസ്ഥാൻ, മുഹമ്മദ് ഇക്ബാൽ ആ ആശയമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ അല്ല, ശരിക്കും മുസ്ലിം ഭൂരിപക്ഷ രാജ്യം എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരികയാണ്. പക്ഷെ പാകിസ്ഥാൻ എന്ന പേരിട്ടത് റഹ്മത്ത് അലിയാണ്. അതായത് അന്നൊക്കെ ജിന്ന പറഞ്ഞത്, ഇത് നിങ്ങളുടെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണോ, ഒരിക്കലും എന്ത് വരില്ല, പാകിസ്ഥാൻ എന്നുള്ള ഒരു പ്രദേശമേ വരില്ല. അങ്ങനെ പറഞ്ഞ ജിന്ന 1939 മനസ്സിൽ കരുതി, നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ. ഒരു പരിധി വരെ അതാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനുള്ള, ഒരു പരിധി വരെ എന്നല്ല, അവിടെ നിന്നാണുള്ള എല്ലാ തുടക്കങ്ങൾക്കും കാരണം. 1940 മാർച്ച് 23 എന്താണ് സംഭവിച്ചത്? ലാഹോർ റെസല്യൂഷൻ പാസാക്കി. അതിൽ പാസാക്കുമ്പോ അവര് പറഞ്ഞു, ഡബിൾ നേഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ഇന്ത്യ ഒന്നല്ല രണ്ടാണ്, 3 കഷ്ണങ്ങളാണ്, 2 രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് പ്രമേയം പാസാക്കാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശങ്ങളെല്ലാം ഞങ്ങളുടെയാണ്
എന്ന് പ്രമേയം പാസ്സാക്കുകയാണ് മുസ്ലിം ലീഗ്. ഇന്നത്തെ മുസ്ലിം ലീഗായിട്ട് ബന്ധമില്ല നമ്മൾ പറഞ്ഞു. മുസ്ലിം ലീഗ് പ്രമേയം പാസ്സാക്കുകയാണ്. അങ്ങനെയാണ് 2 നേഷൻ തിയറി വന്നത്. ആ എലക്ഷൻ ആയിരുന്നു അതിന് കാരണം. ശ്രീനിവാസന്റെ വളരെ രസകരമായിട്ടുള്ള ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പോളണ്ടിനെ ആക്രമിക്കരുത്, ഓക്കെ, പോളണ്ടിനെ കുറിച്ചൊന്നും പറയരുത്. അങ്ങനെ പോളണ്ടിനെ കുറച്ച് ആളുകൾ ആക്രമിച്ചു. അങ്ങനെ പെട്ടെന്നുള്ള കാരണമായിരുന്നു അത്. വേറെ ഒരുപാട് കാരണമുണ്ട്. 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. 1939 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം ആരംഭിക്കണം. ആ 2ാം ലോക മഹായുദ്ധത്തില് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അവരുടെ ഒന്നും സമ്മതം മേടിക്കാതെ ബ്രിട്ടൻ പറഞ്ഞു 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ഒപ്പമാണ് ആര്? ഇന്ത്യ എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ബ്രിട്ടന്റെ ഒപ്പം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമായി മാറി. കാരണം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റ് ഉണ്ട്. ഡിസംബർ 22, 1939 ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്സുകാര് ആ മിനിസ്ട്രിയിൽ നിന്ന് രാജിവെച്ചു. അപ്പൊ അങ്ങനെ രാജിവെക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക, ഡേ ഓഫ് ഡെലിവറൻസ്, ഓക്കെ, ഡേ ഓഫ് ഡെലിവറൻസ് ആയിട്ട് ആഘോഷിക്കുകയാണ് ആര്? മുസ്ലിം ലീഗ്. അവർക്ക് അത്രയും സന്തോഷം കിട്ടിയൊരു ദിവസമില്ല. കാരണം ഞങ്ങൾക്കിട്ട് പണിയാൻ നോക്കിയതല്ലേ, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവര് അവരുടെ ഒപ്പം നിന്നു, ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ പിൻവലിഞ്ഞു പോവാണ്. മന്ത്രിസഭയൊക്കെ രാജിവെക്കുകയാണ്, എല്ലാം പോവാണ്. നിങ്ങൾക്കൊരു സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷെ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ബ്രിട്ടന് അത്യാവശ്യമായിട്ട് വന്നു. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ബ്രിട്ടൻ ചെയ്ത ഒരുപാട് കാര്യങ്ങള്. ഇന്ത്യക്കാര് ആ സമയത്ത് പുരകത്തുമ്പോ വാഴ വെട്ടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഇന്ത്യക്കാര് ചെയ്ത രസകരമായിട്ടുള്ള കാര്യങ്ങള്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. ആ യുദ്ധത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ട്. ഗാന്ധിജി പറഞ്ഞത് നോൺ വയലൻസ് ആണ്, അപ്പൊ നിങ്ങളൊന്നും അക്രമങ്ങളിലൊന്നും പങ്കെടുക്കരുത് പറഞ്ഞു. ഇപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ ആൾക്കാർ പറഞ്ഞത് ഇതൊരു ഇമ്പീരിയലിസ്റ്റ് വാറാണ്, നല്ലതും തമ്മിലൊന്നും യുദ്ധമൊന്നും നടക്കുന്നില്ല. ഓക്കെ, മോശവും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. നമുക്ക് ആരുടെ ഭാഗത്ത് വേണമെങ്കിലും ചേരാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് വലുത്. ആസാദിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് ബ്രിട്ടന്റെ ഒപ്പം നിൽക്കാം, നമുക്ക് ഭാവിയിൽ സ്വാതന്ത്ര്യം കിട്ടിയേക്കും. അങ്ങനെ ഇന്ത്യക്കാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് 1940 ഒരു ഓഗസ്റ്റ് ഓഫർ വന്നു. ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓഗസ്റ്റ് ഓഫർ വന്നു. ലില്ലിങ്തോ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് ഒരു ഓഗസ്റ്റ് ഓഫർ വരികയാണ്. അതിലിതാണ് പറയുന്നത്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വികസിപ്പിക്കാം, നിങ്ങൾ എല്ലാവരും അതിൽ ഉൾപ്പെടുത്താം. കോൺഗ്രസ് പാടെ അത് നിരസിച്ചു. കാരണം ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഒരു ഗുണമുള്ളത്? നിങ്ങളത് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ബാക്കി ഗുണമുള്ള എന്തെങ്കിലും സംഭവം കൊണ്ടുവരൂ. മുസ്ലിം ലീഗാണ് അതിനെ പിന്താങ്ങിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് കോൺഗ്രസും അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അത് ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെടുകയാണ്. ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടപ്പോഴാണ് ഇന്ത്യയിലെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറഞ്ഞൊരു സംഭവം ആരംഭിക്കുന്നത്. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുമ്പോൾ വ്യക്തികളായിട്ട് സത്യാഗ്രഹം നടത്തിയാൽ മതി. നമ്മുടെ ആചാര്യ വിനോബ ഭാവെയായിരുന്നു ആദ്യത്തെ ആളായിട്ട് തെരഞ്ഞെടുത്തത് ഗാന്ധിജി. 2ാമത് ആളായിട്ട് നെഹ്റു ആണ്. പരീക്ഷിക്കണല്ലോ, പരീക്ഷിക്കുമ്പോൾ ആചാര്യ വിനോബാനോട്ട് എടുത്തു. വേറെ നമ്മുടെ സ്വന്തം കണ്ണാണല്ലോ, ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി. പക്ഷെ അതും പരാജയമായിരുന്നു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു, അതും പരാജയപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്നുള്ളതും പരാജയപ്പെട്ടു. അങ്ങനെ ഓഗസ്റ്റ് ഓഫർ പോയി, ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. പിന്നീട് അതിനുശേഷം 42 എന്തായാലും ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ക്രിപ്സ് മിഷനെ കൊണ്ടുവരികയാണ്. ക്രിപ്സ് മിഷനൊക്കെ വളരെ പേടിച്ചിട്ടാണ് വരുന്നത്, ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ക്രിപ്സ് മിഷനും പരാജയപ്പെട്ടു. ഗാന്ധിജി വന്നു, ഗാന്ധിജി പറഞ്ഞു, അതിനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. എന്താണ് ക്രിപ്സ് മിഷനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞത്? ഗാന്ധിജി അതിനെക്കുറിച്ച് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള വാക്ക് ഇതാണ്, പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്, പിൻതീതിയിട്ട ചെക്കാണ്. കാരണം അതൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് ഇന്ത്യക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക, ഇന്ത്യക്ക് സ്വരാജ് ഡൊമിനിയൻ സ്റ്റാറ്റസ്, ഇന്ത്യയുടെ ആവശ്യം 1906 ആവശ്യമാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ്. അന്നേ ഞങ്ങൾക്ക് തരണമായിരുന്നു. 1929 ഇന്ത്യ പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് പൂർണ്ണ സ്വരാജാണ്, ഓക്കെ, അല്ലാതെ പഴയ കാര്യങ്ങളല്ല, പണ്ട് തന്ന വാഗ്ദാനമല്ല ഇപ്പൊ നിറവേറ്റേണ്ടത്. 1906 ഞങ്ങള് ഉന്നയിച്ച ആവശ്യമല്ല നിങ്ങൾ തരേണ്ടത്, 1929 ആവശ്യം നിങ്ങൾ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയണം. എനിക്ക് അവർ പെട്ടെന്ന് ജീവനം കൊണ്ട് ഇവിടെ നിന്ന് ഓടുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന ആൾക്കാരൊക്കെ അത്രയും പ്രശ്നമായിരുന്നു. അങ്ങനെ അത് പരാജയപ്പെട്ടപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ചിട്ട്, എനിക്ക് ഇന്നത്തെ മുംബൈയിൽ വെച്ചിട്ട് മന്ത്രങ്ങളൊക്കെ വരികയാണ്. എനിക്ക് ക്വിറ്റ് ഇന്ത്യ, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരികയാണ്. നോക്കാം, ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകാൻ വേണ്ടി പറയുന്നത് 1942 അതുവരെ ഒന്നും പറഞ്ഞില്ല. ഇന്ത്യ വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ ശരിക്കും അപ്പൊ സമരം തുടങ്ങുന്ന എപ്പോഴായിരിക്കണം?
42-ലാണ്. ബാക്കിയുള്ളത് അതിന്റെ ഒരു റിഹേഴ്സൽ മാത്രമാണ്, ബാക്കി നടത്തിയ സമരങ്ങള്. ഉപ്പ് സത്യാഗ്രഹത്തില് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നല്ല പറഞ്ഞത്, ഉപ്പിനെ ഉയർത്തിയ നികുതി കുറയ്ക്കുന്ന പറഞ്ഞത്. നോക്ക, ക്വിറ്റ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. ഇമ്മീഡിയറ്റ് കോസ് എന്തായിരുന്നു? ക്രിപ്സ് മിഷന്റെ പരാജയം. ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു. എന്തിനാണ് ക്രിപ്സ് മിഷൻ വന്നത്? ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്താൻ. ആരുടെ ഒപ്പം നിർത്താൻ? ബ്രിട്ടീഷുകാരോടൊപ്പം നിർത്താൻ. ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് വേണം. ലോകമഹായുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇന്ത്യക്കാരുടെ സപ്പോർട്ട് വേണം. അങ്ങനെയുള്ള ആ സമയത്താണ് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, പൂർണ്ണ സ്വരാജ് വേണം, അതല്ലാതെ ഒരു സൊല്യൂഷനും ഞങ്ങളുടെ മുമ്പില് നിങ്ങൾ വെക്കരുത് എന്ന് ഇന്ത്യക്കാര് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് അവിടെ അവരിങ്ങോട്ട് തരുന്നത് വാങ്ങിച്ചിരുന്ന ആളുകള് നേരെ തിരിച്ചിട്ട് ഡിമാൻഡ് ചെയ്യാണ്. അത് ഇന്ത്യക്കാരെ പ്രാപ്തരാക്കിയതാരാണ്? സെക്കൻഡ് വേൾഡ് വാർ ആണ്. ബ്രിട്ടൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ മുമ്പില് ബ്രിട്ടനും ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നോക്കുക, യുദ്ധത്തിൽ പ്രത്യേകിച്ച് ജയവും പരാജയവും ഒന്നുമില്ല. എല്ലാവർക്കും നഷ്ടം സഹിക്കേണ്ടി വരും. ആ യുദ്ധം അത്രയും കനത്തുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ നഗരത്തിൽ ഒരു ദിവസമൊക്കെ 100 കണക്കിന് ബോംബൊക്കെ വന്ന് വീഴാണ്. നഗരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള പൈസ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാം കടബാധിത വരികയാണ്. അമേരിക്കയുടെ എന്ന വലിയ രീതിയിൽ കടമൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള തിരിച്ചടികളും കിട്ടുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് പ്രത്യേകിച്ച് ഒരു ലീഡർ പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഗാന്ധിജി ലഡ് ചെയ്തു എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും അല്ല. ആരും അങ്ങനെ ലഡ് ചെയ്തിട്ടൊന്നുമില്ല. ആരും അതിന്റെ ആളൊന്നും അല്ല. അരുണ ആസഫ് അലിയെ അതിന്റെ സമരനായിക എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്, അരുണ ആസഫ് അലിയെ. പിന്നെ ആ സമയത്തൊരു കോൺഗ്രസ് റേഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയോ തുടങ്ങുന്നുണ്ട്. ഉഷാ മേത്ത എന്ന് പറഞ്ഞവര് കോൺഗ്രസ് റേഡിയോ. അവര് മാത്രമല്ല, അങ്ങനെ ഒരുപാട് ആളുകൾ. വാനര സേനയൊക്കെ വരുന്നുണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ശ്രീരാമനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് വാനര സേന ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ വാനര സേനയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അണ്ണാറക്കണ്ണനും തന്നാലായതെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതൊരു നോൺ വയലൻസ് സംഭവമായിട്ട് തുടങ്ങിയാണ്, വയലൻസിലേക്ക് മാറ്റപ്പെടുകയാണ്. മിക്കവാറും എല്ലാ ആളുകളും ആ സമയത്തുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നേതാക്കന്മാരില്ലാത്ത ഒരേ ഒരു സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. അതേ സമയത്ത് തന്നെയാണ് INA രൂപീകരിക്കുന്നതും. ഏകദേശം INA രൂപീകരിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് നമ്മൾ വേറൊരു റവല്യൂഷണറി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തിൽ നമ്മൾ പറയും. അങ്ങനെ ഇതിലേക്ക് പോകുന്ന സമയത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവരത് അടിച്ചമർത്തുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രൊവിൻഷണൽ ഗവൺമെന്റ് എല്ലാം സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ പോവാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് കാരണം എന്തായിരുന്നു? ക്രിപ്സ് മിഷന്റെ പരാജയം. 1945 യുദ്ധം എല്ലാം കഴിയാണ്. 1945 യുദ്ധം കഴിയുമ്പോൾ 46 ഒരു ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ്. പെത്തിക് ലോറൻസ്, സ്റ്റാഫ്രോഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അതിന്റെ ചെയർമാൻ പെത്തിക് ലോറൻസ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ. അവരിവിടെ വന്നിട്ട് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ധാരണയൊക്കെ എത്തുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഏകദേശം ഉറപ്പായി. പക്ഷെ ആ സമയത്ത് അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ രണ്ടെണ്ണമായിട്ട് പോവില്ല, ഇന്ത്യ ഒരൊറ്റ രീതിയിലേക്ക് പോകും എന്നൊരു അഭിപ്രായം വരികയാണ്. അങ്ങനെ അത് മുസ്ലിം ലീഗിനെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ. അതായത് അവിടെ ആ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ക്രൂരമായിട്ട് മർദ്ദിക്കുക, കൊല്ലുക. ഞങ്ങളുടെ പ്രദേശം എന്ന് കരുതപ്പെടുന്ന ആൾക്കാരെന്തൊക്കെ അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുക. ഏകദേശം അതേ സമയത്താണ് ഒരു എക്സ്റേയില് നമ്മൾ സൂര്യഗ്രഹണമൊക്കെ കാണുന്ന പോലെ പൊട്ടുകളായിട്ട് ഒരു ഡോക്ടർ കാണുന്നത്. ആ ഡോക്ടറോട് മുഹമ്മദ് അലി ജിന്ന പറയുന്നുണ്ട്, നിങ്ങൾ ഈ റിപ്പോർട്ട് മാറ്റി വെക്കണം, അതായത് പൂഴ്ത്തി വെക്കണം. എനിക്കിങ്ങനെ ഒരു അസുഖമല്ല, TVയുടെ അത്രയും ഭയാനകമായിട്ടുള്ള അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ പ്രശ്നമാണ്. കാരണം കോൺഗ്രസിനെതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വേണമെന്ന് പറയുന്ന ആ പാകിസ്ഥാൻ എന്ന ആശയത്തിന് വേണ്ടിയിട്ട്, വിശുദ്ധ നാട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പൊ പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞു നിൽക്കുന്ന നേതാക്കളിൽ മുഹമ്മദ് അലി ജിന്ന മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല. നോക്കാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കുറച്ച് വർഷം നീട്ടിവെച്ചതാണെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാവുമായിരുന്നില്ല. ജിന്ന കുറച്ചു കാലം കഴിഞ്ഞാൽ മരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഉണ്ടാകുമായിരുന്നില്ല ഇൻ ദ സെൻസ് അതേ ഇതിൽ ഉണ്ടാവില്ല, കുറെ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ സാധ്യതകളാണ്, ഹൈപ്പോത്തറ്റിക്കൽ കാര്യങ്ങളാണ്, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അദ്ദേഹം അത് തടഞ്ഞു നിർത്താൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഡയറക്റ്റ് ആക്ഷൻ ഡേ വരുന്നുണ്ട്.
ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാ സമയത്ത് വേവല് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു, നമുക്കിത് ചെകുത്താനോ ദൈവത്തിനോ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാം, നമുക്ക് ഇന്ത്യയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോവാം. നമ്മളെ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രിട്ടനെ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു രാജ്യം എന്ന് അവർ പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ് കേട്ടോ. കാരണം നോക്ക, പണ്ട് കാലത്തൊക്കെ വില്യം ബെന്റിക്കൊക്കെ ഇത് കേട്ടു എന്ന് പറഞ്ഞാൽ ചിരിക്കും. ഭർത്താവ് മരിക്കുകയാണ്, ഭർത്താവിന്റെ ചിതിയിൽ ഭാര്യ ചാടിച്ചാവുകയാണ്. ഓക്കെ, വില്യം ബെന്റിക്ക് വളരെ രസകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ, അങ്ങനെയല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ അങ്ങനെ വരുമ്പോ അതേപോലെ തന്നെ വർഗീയത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ചിരി വരും. എന്താണ് ഈ സംഭവം? ഓക്കെ, അവരുടെ അവിടെയൊക്കെ ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരുപാട് സംഭവം ഉണ്ട്. റേസിസം നമ്മുടെ അതൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളിലുണ്ട് എന്നുള്ളൂ. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നു. കാരണം നോക്കുക, അമേരിക്കക്ക് ഇതൊരു വനിതാ പ്രസിഡന്റ് പോലും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ സ്ത്രീകൾ വലിയ ഇതാണ് അല്ലെങ്കിൽ അവരുടെ വലിയ രീതിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വനിതാ പ്രസിഡന്റ് പോലും വന്നിട്ടില്ല. അതേപോലെ തന്നെ ബ്രിട്ടനിലെ സഫ്രാജറ്റ് മൂവ്മെന്റ് ഒക്കെ വന്നിട്ട് പോരാടിയിട്ടാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തത്. ഓക്കെ, വോട്ടവകാശം കൊടുത്തത്. നമ്മളോട് അങ്ങനെയൊന്നുമല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ എല്ലാവർക്കും കൊണ്ട് വോട്ടവകാശം കിട്ടിയല്ലോ അല്ലെ. സ്ത്രീ പുരുഷ ഭേദമന്യേ അല്ലെങ്കിൽ ബാക്കി ഏത് ജെൻഡർ ആണെങ്കിലും ആ ഭേദമന്യേ എല്ലാവർക്കും കൊടുത്തു, വോട്ടിംഗ് റൈറ്റ് കൊടുത്തു. അങ്ങനെയൊന്നും അല്ലാട്ടോ അവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. പക്ഷെ ഇവിടെ കുറച്ച് നമ്മുടെ തട്ട്, മറ്റേ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എപ്പോഴും എന്റെ തട്ട് എന്ത് ചെയ്യും, താഴ്ന്നിരിക്കും. ഓക്കെ, അതേപോലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോ ഒരു മധ്യവയസ്കന്റെ പ്രായമുള്ള ഒരു വ്യക്തി യുവാവായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഓക്കെ, യുവാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മൗണ്ട് ബാറ്റൻ എന്നാണ്. മൗണ്ട് ബാറ്റൻ ഇന്ത്യയുമായിട്ടുള്ള വേറെ ഒരുപാട് ബന്ധമുണ്ട്. നെഹ്റു മൗണ്ട് ബാറ്റനൊക്കെ ചങ്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അവര് വെളിയിലേക്ക് കറങ്ങാൻ പോകുന്ന സമയത്ത് അവിടത്തുള്ള ആൾക്കാർ, ബ്രിട്ടീഷുകാരൊക്കെ മൗണ്ട് ബാറ്റനോട് പറയും, എന്താണ് നിങ്ങളുടെ ഒരു അടിമയെ പോലെ കരുതേണ്ട ആളല്ലേ, കാരണം നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആളല്ലേ. ഓക്കെ, എന്താണ് അയാളുടെ ഒപ്പം കറങ്ങുന്നത്? മൗണ്ട് ബാറ്റൻ വിക്ടോറിയ രാജ്ഞിയുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടി, ഓക്കെ, ആ ഇതിൽ വരുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഭാവിയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ, അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ കൂട്ടിച്ചേർക്കാണ്. ഓക്കെ, ഭാവിയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവേണ്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒപ്പം നടന്നു എന്ന് പറഞ്ഞു വെച്ചാൽ ഭാവിയിൽ ജനങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്തും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ കഥ, ഐ.എൻ.എ ട്രയലൊക്കെ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും സ്കിപ്പ് ചെയ്ത് പോയതല്ല, അതെല്ലാം നമ്മൾ അടുത്തതിൽ പറയും. അതെ, ക്ഷമിക്കുക. അത് വേറൊരു ഇതിൽ ആ വേവിൽ പോയി കഴിഞ്ഞു വെച്ചാൽ അവരുടെ റവല്യൂഷണറി മൂവ്മെന്റ് നമ്മുടെ പൂനെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോരോ സ്ഥലം, ബംഗാൾ അങ്ങനെ കയറിയിട്ട് നമുക്ക് വലിയൊരു ഇതാക്കിയിട്ട് മാറ്റിയിട്ട് അത് പോവാം. വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നോക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞ ആ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് 1920-കളിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോ, വെയിൽസ് രാജകുമാരന്റെ 22-ൽ മറ്റേ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി വൈസ്രോയുടെ ജോലിയാണ് എന്ന് പറഞ്ഞ മൗണ്ട് ബാറ്റൻ ആ സമയത്ത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെക്കാളും കൂടുതൽ ശമ്പളം വൈസ്രോയ്ക്കായിരുന്നു. ഭയങ്കര വിലയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തി. ആരാധിക്കുക മീൻസ് വലിയ കാര്യമാണ് കേട്ടോ ആ സമയത്തൊക്കെ. ഓക്കെ, വൈസ്രോയി എന്ന് പറയുമ്പോൾ. അപ്പൊ ആ വൈസ്രോയി ആവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തിയോട് ഇന്ത്യയിലേക്ക് വരികയാണ്, നീ വൈസ്രോയി ആയിട്ട് വാ, വേവല് ഇവിടുന്ന് പോവും, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ മൗണ്ട് ബാറ്റൻ പറയാണ്, ഇല്ല, ഞാനില്ല. കാരണം എന്നെ ചരിത്രം രേഖപ്പെടുത്തുക ഇന്ത്യ വിഭജിച്ചവൻ എന്ന പേരിലായിരിക്കും, ഇന്ത്യ ഭരിച്ചവൻ എന്ന പേരിലായിരിക്കില്ല. ഞാൻ വരില്ല എന്ന് പറയണേ. മൗണ്ട് ബാറ്റൻ വലിയ വലിയ ആവശ്യങ്ങള് അവരുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, പ്ലെയിന് വേണം, ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. വരാൻ വേണ്ടി ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ ബ്രിട്ടീഷുകാരെല്ലാം അത് മൂളിക്കേൾക്കണം, അവര് സമ്മതിക്കുകയാണ്. കാരണം ഇന്ത്യയിലേക്ക് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരാളെ അയക്കണം. ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നമാണ്. ഡയറക്റ്റ് ആക്ഷൻ ഡേ നടക്കുകയാണ്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു പശുവോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ജീവിയോ അവിടെ എത്തും. അവരുടെ കൃഷി നശിപ്പിക്കുന്നു. വിയറ്റ്നാം കോളനിയിലൊക്കെ ഉണ്ടാവില്ല, അതേപോലെ അവരതിനെന്തെങ്കിലും ചെയ്യും. ഒരു ഗ്രാമം തന്നെ നിന്ന് കത്തും. അതേപോലെ തന്നെ അങ്ങനെ ഭയങ്കര ടെൻഷനായി മാറാണ് ആ രണ്ട് പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്നത്തെ പഞ്ചാബ് ഏരിയ, വേറെ ഇന്നത്തെ ബംഗാൾ ഏരിയ. ആ പ്രശ്നം കാരണം കൊണ്ട് ബാക്കിയുള്ളവിടെ ബീഹാർ, UP അങ്ങനെയുള്ള അവിടെയും പ്രശ്നം വരികയാണ്. അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദുവോ മരിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെയും ഭയങ്കര പ്രശ്നം വരും. നീ എന്തിനാ എന്റെ ആളെ കൊന്നു പറഞ്ഞിട്ട് അവിടെ സിഖുകാരൊക്കെ ഭയങ്കര പ്രശ്നത്തിൽ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. വർഗീയത വളരെ കൂടുക ഇൻ ദ സെൻസ് പ്രകടമായിട്ടുള്ള വർഗീയതയായിട്ട് അത് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക.
അതൊരു കാര്യം ആലോചിച്ച് നോക്കുക. മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്തെങ്കിലും കൈപൊള്ളി കഴിഞ്ഞു വെച്ചാൽ ഭയങ്കര പ്രശ്നം വരും. 2 സിംഹങ്ങള് അല്ലെങ്കിൽ 2 കടുവകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു സ്ഥലത്ത് വാഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കടുവയുടെ കാര്യമാണ് അല്ലെ. ഓക്കെ, അതായത് അതിന്റെ ആ അതിർത്തിയിൽ, പുലിമൃഗനിലല്ലേ, അതിന്റെ അതിർത്തിയിൽ ബാക്കിയുള്ളവർ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നോക്കുക, ഇന്ത്യയിൽ 2 വൈസ്രോയിമാര് ഇന്ത്യയില് ഒരിക്കലും നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ കപ്പലിൽ പോകുമ്പോഴാണ്. ഇന്ത്യയുടെ തുറമുഖ നഗരം ഉണ്ടല്ലോ, ഓക്കെ, മുംബൈയിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് കപ്പലില് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ടാറ്റ കൊടുക്കും, ഹായ് വൈസ്രോയി, എക്സ് വൈസ്രോയി. അപ്പൊ ഇവിടെ എന്താണ്, വൈസ്രോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുൻ വൈസ്രോയി, ഇപ്പോഴത്തെ വൈസ്രോയി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടോകോൾ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ വേവൽ ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ മൗണ്ട് ബാറ്റൻ ഇവിടെ എത്തുകയാണ്. മൗണ്ട് ബാറ്റൻ അവർ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വെച്ച് കണ്ടുമുട്ടിയ 2 വൈസ്രോയികളാണ് ആര്, വേവലും മൗണ്ട് ബാറ്റനും. അവരങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വേവൽ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ വാചകം, അതിന് വെറുതെ വിട്ടുകൊടുക്കുക, വെറുതെ ആവശ്യമില്ലാണ്ട് നീ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കാം. വൈസ്രോയി സ്ത്രീകളിലേക്ക് വന്ന എഡ്വീന മൗണ്ട് ബാറ്റൻ ആദ്യം ചെയ്തു എന്ന് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ബുക്കിൽ പറയുന്നത്, തന്റെ വളർത്തുനായക്ക് കൊണ്ടുവന്ന വേവിച്ച ഇറച്ചി ആർത്തിയോടെ തിന്നാണ്. അവിടെ വേവിച്ച ഇറച്ചി കിട്ടാനില്ല ലണ്ടനില്, ചുടുവെള്ളം പോലും കിട്ടാനില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഹോട്ടലിന്റെ മുമ്പിൽ ഉള്ള സാധനവും വിലയെല്ലാം എഴുതുക, അവിടെ എല്ലാ സാധനവും എഴുതി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവയൊന്നും ലഭ്യമല്ല. ഓക്കെ, ചില ഹോട്ടലൊക്കെ അടച്ചും പോയി. അങ്ങനെ ഭയങ്കര കഷ്ടത്തിലാണ് ലണ്ടൻ ഉള്ളത്. അവരുടെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആ സമയത്ത് പറഞ്ഞത്, മൈൻസ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്, നമ്മളൊരു ദരിദ്ര രാജ്യമായി മാറിയിരിക്കുന്നു, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ത്യയെ കൈയൊഴിയാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ തീരുമാനിക്കുന്നത്. ഇന്ത്യയെ കൈയൊഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവോഴ്സ് വരുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇസ്ലാം മതത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അവിടെയുള്ള ദൈവത്തിന്റെ സിംഹാസനം കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ ഡിവോഴ്സ് നടക്കുകയാണ്. ഇന്ത്യ മൊത്തം കുലുങ്ങാണ്. ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഡിവോഴ്സ്, ലോകത്തിലെ ഏറ്റവും കഷ്ടമുള്ള ഡിവോഴ്സ്. കാരണം നിങ്ങൾ ആ ബംഗാൾ ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ ഹിന്ദു മുസ്ലിം എന്നൊരു സംഭവം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ പഞ്ചാബ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഹിന്ദു മുസ്ലിം സിഖും കൂടി വരും. ഓക്കെ, അവർക്ക് വേറൊരു രാജ്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യം, ഖാലിസ്ഥാൻ മൂവ്മെന്റ്, ഓക്കെ, അങ്ങനെ ഒരു ആവശ്യം. അപ്പൊ അവിടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് പരിഹരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞാൽ മൗണ്ട് ബാറ്റൻ ഒരാളെ ഇന്ത്യയിലേക്ക് വരുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം, ആ ഓഫീസർ ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹം വരച്ച ആ മാപ്പിൽ ഒരുപാട് പേരുടെ ജീവിതം മാറി മറിഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീടിന്റെ അതിർത്തി നമുക്ക് ഇന്ത്യയിൽ വരണം എന്നാണ് ആഗ്രഹം വിചാരിക്കുക. പക്ഷെ അയാൾ വരച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു, പാകിസ്ഥാനിൽ പെട്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചാരാണ്, സിറിൽ റാഡ്ക്ലിഫ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മുൻ പരിചയം ഇതായിരുന്നു, അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ല. ഓക്കെ, ഇന്ത്യയിൽ വന്ന ആളാണെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയെന്ന് പറഞ്ഞു വെച്ചാൽ അവരോട് കൂറ് പുലർത്തും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതുവരെ കാണാത്ത, ഇന്ത്യയെ കുറിച്ച് അറിയാത്ത സിറിൽ റാഡ്ക്ലിഫ് വന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാപം കിട്ടിയ ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? ഞാനായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാപം കിട്ടിയ ഉദ്യോഗസ്ഥൻ അത് ഞാനായിരിക്കും. സിറിൽ റാഡ്ക്ലിഫിന് ഉറപ്പായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഓക്കെ, കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ വരച്ചതൊക്കെ അതേപോലെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ വരയ്ക്കണ സമയത്ത് വീടിന്റെ ഉമ്മറം ഇന്ത്യയിലായിരിക്കും, പരിയമ്പറം ഏതിലായിരിക്കും? പാകിസ്ഥാനിലായിരിക്കും, മുൻഭാഗവും പിൻവശവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നം വരികയാണ്. സിറിൽ റാഡ്ക്ലിഫ് തന്റെ പണി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാണ്, ജീവനം കൊണ്ട് ഓടുകയാണ്. നോക്കാം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജന രേഖ, അതിർത്തി രേഖയെ വിളിക്കുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. റാഡ്ക്ലിഫ് ലൈന്. ഓക്കെ, അങ്ങനെ വിഭജനത്തിലേക്ക് ഉണ്ടായ കുറച്ച് സംഭവങ്ങൾ, അതിന് കാരണമായ കുറച്ച് സംഭവങ്ങളാണ്. മൗണ്ട് ബാറ്റൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. ഗാന്ധിജിയെ കാണുന്ന സമയം, എനിക്ക് വായിച്ച ശരിയാണെങ്കിൽ അതൊരു തിങ്കളാഴ്ച ആയിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, അന്ന് കുട്ടി മിണ്ടാത്ത ദിവസമാണ് അല്ലെ, ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ഗാന്ധിജി മൗനവ്രതം എടുത്തിരിക്കുന്ന ദിവസമാണ് ഏത്? തിങ്കളാഴ്ച. ഗാന്ധിജി മൗനവ്രതം എടുത്തിരിക്കുന്ന ദിവസമാണ് ഏത്? തിങ്കളാഴ്ച. ഓർമ്മ വെക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കും. മൗനവ്രതം. അപ്പൊ അദ്ദേഹം മൗനവ്രതം എടുത്ത ആ ദിവസമാണ് കണ്ടത് എന്നാണ് ഓർമ്മ. അപ്പോ മൗണ്ട് ബാറ്റൻ എല്ലാവരോടും സംസാരിച്ച് വയ്യാതിരിക്കുകയാണ്. ആ സമയത്താണ് ഗാന്ധിജി ഇനി ഇദ്ദേഹത്തിനോട് സംസാരിക്കണല്ലോ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇങ്ങനെ
മനോഹരമായിട്ടുള്ള ആചാരം. ഓക്കെ, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ആചാരമൊക്കെ ശരിക്കും വേണം, കാരണം ഇനി വയ്യ, ക്ഷീണിക്കാൻ വയ്യ. നന്നായി. ഓക്കെ, പിന്നീട് ഗാന്ധിജി മൗണ്ട് ബാറ്റനോട് പറഞ്ഞതാണ്, എന്നെ വിഭജിക്കൂ, എന്റെ രാജ്യത്തെ അല്ല. രാജ്യത്തെ വിഭജിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വിഭജിക്കണം. നമ്മുടെ നെഹ്റുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ജിന്നയെ പ്രധാനമന്ത്രി ആക്കിയാലോ, ഇന്ത്യ വിഭജിക്കേണ്ട കാര്യമൊന്നുമില്ല. നെഹ്റു പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നാട്ടുകാരെന്ത് പറയും. നമുക്ക് ഒന്നാലോചിച്ച് നോക്കുക, നമ്മളൊരു വസ്ത്രം ധരിക്കുകയാണ്, കാല് കാണുന്ന ഒരു വസ്ത്രം ധരിക്കുകയാണ്. അപ്പോ നമ്മുടെ ആരെങ്കിലും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ ബന്ധമുള്ള ആൾക്കാർ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ലടി, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആരെങ്കിലും ആയിക്കോട്ടെ, ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലടി, നാട്ടുകാരെന്ത് പറയും. ഓക്കെ, നാട്ടുകാരെന്ത് പറയും. ഓക്കെ, നാട്ടുകാരെന്ത് പറയണമെന്ന് നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, കറക്റ്റായിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അത് പറഞ്ഞാൽ മതി. അല്ലെ, ഇപ്പൊ ഓൺലൈൻ ആങ്ങളമാരും പെങ്ങൾമാരിനെ കുറിച്ച്, ആങ്ങളമാര് മാത്രമല്ല പെങ്ങന്മാരും ഉണ്ട് കേട്ടോ. ഓക്കെ, അവരെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ എന്ത് പറയുമെന്ന് പറയാണ്, അങ്ങനെ ആവശ്യം എന്ന് പോവാണ്. അപ്പൊ ഇന്ത്യ വിഭജിക്കും എന്നൊരിതിലേക്ക് മൗണ്ട് ബാറ്റൻ എത്തുകയാണ്. മൗണ്ട് ബാറ്റൻ അതിലേക്ക് എത്തുന്ന സമയത്ത് പിന്നീട് ഗാന്ധിജി, നമ്മൾ പറഞ്ഞല്ലോ, ഗാന്ധിജിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നെല്ലാം പിന്മാറുന്ന തരത്തിലുള്ള രീതിയിലാണ് ചരിത്രത്തിൽ കാണുന്നത്. പട്ടേല് ബാക്കിയുള്ള എല്ലാവരും, ഗാന്ധിജിയുടെ ശിഷ്യന്മാര് എല്ലാവരുടെ ആവശ്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വേണ്ട എന്നുള്ള സംഭവമായിരുന്നു. നെഹ്റുവിന് എന്തായാലും കുഴപ്പമില്ല, ജിന്നയ്ക്ക് എന്തായാലും പാകിസ്ഥാൻ വേണം. അങ്ങനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് മൗണ്ട് ബാറ്റൻ റാഡ്ക്ലിഫിനെ വിളിച്ചു വരുത്തി നമ്മൾ പറഞ്ഞു, അങ്ങനെ വിഭജിക്കണം. വിഭജിച്ചു കഴിഞ്ഞപ്പോ പാകിസ്ഥാൻ നോക്കുക, പഞ്ചാബ്, അഫ്ഗാനിസ്ഥാൻ, കാശ്മീർ, സിന്ധ്, ബലൂചിസ്ഥാൻ, അങ്ങനെ ഒരുപാട് പേര് കൂടി ചേർന്നാണ് പാകിസ്ഥാൻ. കാശ്മീർ ഇല്ല. ഓക്കെ, കാശ്മീർ ഇല്ല വിഭജന സമയത്ത്. ബാക്കി അവർ ഉദ്ദേശിച്ച ഒരു പഞ്ചാബിന്റെ പകുതിയൊക്കെ കിട്ടിയുള്ളൂ. ജിന്ന പറഞ്ഞു, പുഴുക്കുത്തേറ്റ പാകിസ്ഥാനാണ്, മാങ്ങ തരുമ്പോ നല്ല മാങ്ങ തരണം, നിങ്ങൾ എന്താ പുഴുക്കുത്തുള്ള മാങ്ങയൊക്കെ തരുന്നത്, ഞങ്ങൾ ഇത് ചെത്തി കളഞ്ഞിട്ട് എനിക്ക് കഴിക്കേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ആ മാങ്ങയാണ്, നല്ല മാമ്പഴമാണ് എന്ന് പറയണം. പുഴുക്കുത്തേറ്റ പാകിസ്ഥാനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള കാരണം ഇതാണ്. മൗണ്ട് ബാറ്റൻ ആദ്യം ജിന്നയോട് കേണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലില് വീണിട്ടുണ്ടായിരുന്നു. ഡിപ്ലോമാറ്റ് എന്ന് പറയുമ്പോ അതിനനുസരിച്ച് നിറം മാറണം. ജിന്നയോട് പറഞ്ഞത്, മിസ്റ്റർ മുഹമ്മദ് അലി ജിന്ന, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പോയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതും കൂടി ഇല്ലാണ്ടാവും. ഞാൻ ജൂൺ 3 പ്ലാൻ VP മേനോൻ എഴുതി തയ്യാറാക്കിയ ജൂൺ 3 പ്ലാൻ അവതരിപ്പിക്കും. മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ. ആ സമയത്ത് നിങ്ങൾ തലയാട്ടണം. ഓക്കെ, അപ്പോ പ്ലാൻ വായിക്കുന്ന സമയത്ത് തലയാട്ടാൻ വേണ്ടി പറയാണ്. മൗണ്ട് ബാറ്റന്റെ ആ ഇതിനോട് യോജിക്കണം മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, മനസ്സോടുകൂടി യോജിക്കണം. അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് കടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ജനനം എന്ന് വേണമെങ്കിലും പറയാം. ഇന്ത്യ പാകിസ്ഥാൻ ജനനത്തിലേക്ക് കടക്കുന്നത്. ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. ചിലർ പറഞ്ഞു വിഭജനം, ചിലർ പറയുന്നുണ്ട് ജനനം വിഭജനം. ഓക്കെ, ആയിക്കോട്ടെ. ഇനി അതില് പറയാനുള്ളത് മൗണ്ട് ബാറ്റന്റെ അതില് ഐഡിയ ഈസ് ഗുഡ്, ലഗ് ഈസ് മൈൻ എന്ന് പറഞ്ഞിട്ട് കഥ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മലയാളി മാമന വണക്കം കണ്ടിട്ടുണ്ടാവുമല്ലോ. മലയാളി മാമന വണക്കത്തിൽ അതില് നെഹ്റു അല്ല, അതില് നമ്മുടെ ജയറാം വിവാഹം കഴിക്കാൻ പോണ പെണ്ണിന്റെ കാലില് സ്ക്രാച്ച് ആൻഡ് വിൻ പോളിസി കളിക്കുമല്ലോ. അപ്പൊ അതേപോലെ നമ്മുടെ മൗണ്ട് ബാറ്റന്റെ ഭാര്യയോട്, എഡ്വിന മൗണ്ട് ബാറ്റനോട് നെഹ്റു കാണിച്ചു. ഇത് കഥയാണ് കേട്ടോ. ഓക്കെ, കഥ മാത്രമാണ്. ഓക്കെ, അങ്ങനെ കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് മൗണ്ട് ബാറ്റന്റെ കാലിലാണ് വരസി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മൗണ്ട് ബാറ്റൻ പറയുന്നുണ്ട്, ജഗദീഷ് ശ്രീകുമാർ പറയുന്ന പോലെ, മാമൻ പറയുന്ന പോലെ ഐഡിയ ഈസ് ഗുഡ് ബട്ട് ലഗ് ഈസ് മൈൻ. അവർ തമ്മില് ലവ് സ്റ്റോറി. ഓക്കെ, വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ആയിരുന്നു, ഒരു ട്രയാങ്കിൾ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എഡ്വിന മൗണ്ട് ബാറ്റൻ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ആ സ്റ്റോറി അവിടെ പോട്ടെ. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ജനനം നടക്കാൻ വേണ്ടി പോവാണ്. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി വേണം. ആ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്നൊരു തീരുമാനം വരികയാണ്. കോൺഗ്രസിന്റെ ഉള്ളിൽ ചർച്ച ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും എല്ലാവരും പറഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇന്ത്യക്ക് ശേഷമുള്ള ചരിത്രം പറയുമ്പോൾ നമ്മൾ പട്ടേലിന്റെ ചരിത്രം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പട്ടേൽ മതി എന്ന് പറയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് പിന്നീട് അറിയപ്പെട്ട പട്ടേൽ. ഓക്കെ, പട്ടേലിനെ സഹായിച്ചത് ഒരു മലയാളിയാണ്, VP മേനോൻ എന്ന് പറഞ്ഞ മലയാളി. അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു മലയാളി, പക്ഷെ അദ്ദേഹം നടത്തിയ സംഭാവന വളരെ വലുതാണ്. ഓക്കെ, VP മേനോൻ. അപ്പോ സർദാർ വല്ലഭായ് പട്ടേല് പറയാണ്, എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. പക്ഷെ നെഹ്റുവിന് ഭയങ്കര സങ്കടമായി. കാരണം ഞാനിത് 1938 മുതൽ തയ്പ്പിച്ചു വെച്ച കുപ്പായാണ്. നോക്ക, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരികയാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി മാറാണ് ആര്?
ജവഹർലാൽ നെഹ്റു 1938 ഹരിപുര സമ്മേളനം, സുഭാഷ് ചന്ദ്രബോസ് ചെയർമാൻ പ്രസിഡന്റായ ആ ഹരിപുര സമ്മേളനത്തിലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ഉണ്ടായ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആര്? ജവഹർലാൽ നെഹ്റു. അന്ന് മുതലേ, അതിനു മുമ്പേ ആഗ്രഹമുണ്ട്. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും കൂടി ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഗാന്ധിജി ഇടപെടണം. ഗാന്ധിജി ഇടപെട്ടിട്ട് പറയാണ് നെഹ്റു ആയിക്കോട്ടെ, ഓക്കെ, പഴയ അത് തിരിച്ചു കൊടുത്താണ്. കാരണം അച്ഛൻ പാർട്ടി ഉണ്ടാക്കി പോയിട്ടുണ്ടായിരുന്നു, സ്വരാജ് പാർട്ടി, മോത്തിലാൽ നെഹ്റു. അപ്പോഴും ആരുടെ ഒപ്പം നിന്നു? ഗാന്ധിജിയുടെ ഒപ്പം നിന്നു. ഭയങ്കര ഇഷ്ടമാണ്, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് പിന്നെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നെഹ്റു ആവണം അല്ലെ, കണാരൻ പറയുന്നുണ്ടല്ലോ, ജാലിയൻ കണാരൻ. ഓക്കെ, നിങ്ങളാവണം. ഓക്കെ, ഇപ്പൊ പട്ടേൽ ആവണം എന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നീട് മാറ്റി നെഹ്റു അതിലേക്ക് വരികയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും ഓഗസ്റ്റ് 14 പാകിസ്ഥാനും വരികയാണ്. അപ്പോ ആ വിഭജനം സാധ്യമാവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് നടക്കുന്ന സമയത്ത്, മോസ്റ്റ് കോംപ്ലക്സ് ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ഒരുപാട് പലായനം നടക്കുകയാണ്. ഒരുപാട് പേര് പരസ്പരം ആക്രമിക്കുന്നുണ്ട്. സ്വത്തൊക്കെ എന്ത് ചെയ്യുന്ന മറ്റ് കുറെ പേര് ഈ ഫുൾ കൈ ഡ്രസ് ഉണ്ടല്ലോ, ഫുൾ കൈ ഡ്രസ്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ആക്കിയിട്ട് ഫുൾ കൈ ഇങ്ങനെ ഇട്ടതിന് ശേഷം പൈസയൊക്കെ ഇവിടെ കൊണ്ടുവന്നിടുകയാണ്. കൈ ഇന്ത്യയിൽ എത്തുകയാണ്, കൈ പാകിസ്ഥാനിൽ ഇരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ എത്തുകയാണ്. ചിലപ്പോൾ ഇന്ത്യയിൽ എത്തി പറഞ്ഞ ചെത്തും, കൈ തന്നെ വെട്ടിയെടുക്കും. ഓക്കെ, ഈ കമ്മൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ പേർത്തുമല്ലോ. അങ്ങനെ അതേപോലെ ചിലർ വീട്ടിലൊക്കെ പൈസ ഇട്ട് കത്തിക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇത് ഒരു പ്രദേശത്ത് താമസിച്ച ആളുകൾ വേറൊരു പ്രദേശത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ അവർക്ക് വീടും അങ്ങനെയുള്ള സംഭവം ഉണ്ടാവില്ല. ഈവൻ ഓഫീസ് പോലും നോക്കുക, ഓഫീസ്. അതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യം, താജ്മഹൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഇന്ത്യക്കാർ പറഞ്ഞു, ആ മറ്റേ നമ്മുടെ ഹനുമാൻ മരുത്വാമല കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതേപോലെ കൊണ്ടുപോയി അവിടുന്ന് പൊളിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞു. ഇന്ത്യക്കാരിലെ കുറെ ആൾക്കാരുടെ ആഗ്രഹം പറഞ്ഞത്, സിന്ധുവിന് ഇങ്ങോട്ട് ഒഴുക്കി വിട്, ഞങ്ങൾ ഗംഗീനെ അങ്ങോട്ട് തരാം, കാരണം ഞങ്ങളുടെ പുണ്യനദി ഏതാണ്? സിന്ധു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക, ആവശ്യങ്ങള് നമ്മുടെ ആവശ്യങ്ങളാണ്, വളരെ വിചിത്രമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണ്. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അതിന്റെ പിന്നില്. ഇന്ത്യയുടെ വൈസ്രോയ് എന്ന് പറയുമ്പോ ഇൻ ദ ബിഹാഫ് ഓഫ്, ഓൺ ദ ബിഹാഫ് ഓഫ്, റോയ് എന്ന് പറയുമ്പോൾ രാജാവ്, കിങ്, ക്യൂന്, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ആ വൈസ്രോയ് എന്നുള്ള പദവി തീരുകയാണ് 1947 ഓഗസ്റ്റ് 15 ശേഷം. വൈസ്രോയ് അല്ല, ഗവർണർ ജനറൽ ആണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് ആര് മാറാൻ പോവാണ്? മൗണ്ട് ബാറ്റൻ മാറാൻ പോവാണ്. മൗണ്ട് ബാറ്റൻ ജിന്നയോട് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ആവാട്ടോ, ഓക്കെ, നിങ്ങളുടെ പ്രധാനമന്ത്രി വേണമെങ്കിൽ ഞാൻ ഗവർണർ ജനറൽ വേണമെങ്കിൽ ഞാൻ ആവാം. ജിന്ന പറഞ്ഞു, വേണ്ട, എന്റെ രാജ്യത്ത് ഒരേ ഒരു ഗവർണർ ജനറൽ ഉള്ളൂ. ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഓക്കെ, മുഹമ്മദ് അലി ജിന്നയായി അവിടത്തെ. ഓക്കെ, മുഹമ്മദ് അലി ജിന്നയെ കുറിച്ച് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ബുക്കിൽ പറയുന്നത്, പേരുകൊണ്ട് മാത്രം മുസ്ലിമായ ഒരു വ്യക്തി, നോക്ക, പന്നിയിറച്ചി കഴിക്കും, നിസ്കരിക്കില്ല, മദ്യം കഴിക്കും എന്നൊക്കെ അദ്ദേഹത്തിന്റെ മകൾ സാക്ഷ്യപ്പെടുത്തിയെന്ന് ആ ബുക്കിൽ പറയുന്നുണ്ട്. റെഫറൻസിന് വേണ്ടി ആ ബുക്ക് നോക്കുക, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അവർ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് എഴുതിയ ബുക്കാണ്. വളരെ വലിയൊരു ബുക്കാണത്. ഓക്കെ, വളരെ വലിയൊരു ബുക്കാണ്. ഹിസ്റ്ററിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അതില് അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ആ മുഹമ്മദ് അലി ജിന്ന ശാഠ്യം പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു രാജ്യം 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന്, ഓഗസ്റ്റ് 15 ഇന്ത്യ. അതിന് കാരണം കൊളുത്തിയതൊക്കെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അതിന് ആ ബുക്കിൽ കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേര് കാരണമായിട്ട് പറഞ്ഞത് ഗാന്ധിജി എന്നൊരു വ്യക്തിയെ കൂടി പറയുന്നുണ്ട്. കാരണം ഗാന്ധിയുടെ പ്രാർത്ഥന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് ദഹിച്ചില്ല, അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് വിഭജനത്തിന്. അതേപോലെ തന്നെ വന്ദേ മാതരം നോക്ക, ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം ദേശീയ ഗാനമാക്കി മാറ്റും. വന്ദേ മാതരം. ഓക്കെ, ഭൂമിയെയാണ് നമ്മൾ പ്രണമിക്കുന്നത്, ഭൂമിയെ ദൈവമായിട്ട് കരുതാണ്. അപ്പൊ അതില് ആ സമയത്ത് അവര് പറഞ്ഞത്, ആ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ ആൾക്കാർ കുറച്ച് പേര് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ദൈവമുള്ളൂ, ആ ദൈവത്തിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. അപ്പൊ ഇത് ആക്കി കഴിഞ്ഞു വെച്ചാൽ പാടേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഒരു നയി താലീം എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ പദ്ധതി വരുന്നുണ്ട്. ഗാന്ധിജി വാർധാ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണ്. അതിൽ നിന്ന് ഉറുദു എടുത്തു കളയാണ്. നോക്ക, ഉറുദു എന്നുള്ള ഭാഷ എടുത്തു കളയാണ്. അപ്പൊ അത് എഴുതിയത് ശ്രദ്ധിക്കുക, നയി താലീം, നൂതനമായിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, വാർധാ വിദ്യാഭ്യാസ പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്തത്, പേര് ശ്രദ്ധിക്കുക, ഡോക്ടർ സക്കീർ ഹുസൈൻ, MG സൈദീൻ എന്ന് പറഞ്ഞ വ്യക്തികളാണ്. അതായത് രണ്ട് മുസ്ലിങ്ങൾ തയ്യാറാക്കിയ പദ്ധതിയെ മുസ്ലിം വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ്. ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് കേട്ടോ. കഥകളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കഥകളാണ്. ഇതൊക്കെ ചോദിക്കും ഇതിലെ ഓരോ പോയിന്റും. MG സൈദീൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ,
വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്തായിരുന്നു? വാർധാ പദ്ധതി. ഇത് മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്, നയി താലീം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആ നയി താലീം വിദ്യാഭ്യാസ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് പറയാം. അത് ഒരു ഓവറോൾ പറഞ്ഞു പോകണം. അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു കാരണമാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്, വിഭജനത്തിന് ഒരുപാട് കാരണം പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വന്നതാരാണ്? ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ, സ്വതന്ത്ര ഭാരതത്തിലെ. ഇനി എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 15? ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റനോട് മീഡിയക്കാരൊക്കെ വളഞ്ഞു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്വാതന്ത്ര്യം തരുന്നൊക്കെ പണ്ട് മുതലേ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണ്, ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഡേറ്റ് ഒന്ന് പറയൂ പറയണം. മൗണ്ട് ബാറ്റൻ പറയണത് ഞങ്ങൾ തരും, ഡേറ്റ് പിന്നെ പറയാം. അപ്പൊ ഇല്ല, നിർബന്ധമാണ് പറയണമെന്ന് പറയണം. അപ്പൊ അതിലൊരു പ്രശ്നം വരുന്നത്, എങ്ങനെയാണ് ഡേറ്റ് പറയാ? പാർലമെന്റിനോടൊക്കെ പറയണ്ടേ. പക്ഷെ മൗണ്ട് ബാറ്റന് ഒരു പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. പാർലമെന്റിനോട് ആരോടും ചോദിക്കണം. മൗണ്ട് ബാറ്റൻ ചോദിച്ചു വാങ്ങിയാണ്, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. കാരണം ഈ വിഭജനം അല്ലെങ്കിൽ ഇത് സുതാര്യമാക്കി അല്ലെങ്കിൽ ഇത് ഒരു നല്ല രീതിയിൽ അവസാനിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മൗണ്ട് ബാറ്റൻ പറഞ്ഞു 1947 ഓഗസ്റ്റ് 15, അതിലൊരു ഡൗട്ടും ഇല്ല. ഓഗസ്റ്റ് 15, 1945 ഓഗസ്റ്റ് 15 ജപ്പാന്റെ സഖ്യസേന മൗണ്ട് ബാറ്റന്റെ മുമ്പിൽ കീഴടങ്ങാണ്. എല്ലാ പേപ്പറിലും മൗണ്ട് ബാറ്റൻ വരെയാണ്. മൗണ്ട് ബാറ്റൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം. ഇന്ത്യക്കാരെല്ലാവരും സന്തോഷിക്കട്ടെ, ഓഗസ്റ്റ് 15. എന്താല്ലേ, സൂപ്പറാണ്. ഓക്കെ, ഇന്ത്യക്കാര് പറഞ്ഞ ഡേറ്റ് ഏതായിരുന്നു? ജനുവരി 26. അതിന് പിന്നിൽ വേറൊരു കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ഡേ നമുക്ക് അടുത്ത ഇതിൽ പറയാം, എന്തുകൊണ്ട് അങ്ങനെയാണ് അത് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് 15 മൗണ്ട് ബാറ്റൻ ഇന്ത്യക്ക് തന്ന ഡേറ്റ് ആണ്. ഇന്ത്യ ചോദിച്ച ഡേറ്റ് പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. സ്വാതന്ത്ര്യം കിട്ടിയത് ഏതാണ്? ഓഗസ്റ്റ് 15 ആണ്. അങ്ങനെ ഓഗസ്റ്റ് 15 എന്നുള്ള ഡേറ്റ് മൗണ്ട് ബാറ്റൻ ഇന്ത്യക്ക് തരാണ്. അതിന് വെള്ളിയാഴ്ചയായിരുന്നു, നക്ഷത്രങ്ങൾ ശപിച്ച ദിവസം. അയ്യോ, എന്ത് ചെയ്യും? ഓക്കെ, നമ്മളെല്ലാവരും ഈ കബഡിയൊക്കെ നിരത്തിയിട്ട് നോക്കുന്ന ആളാണല്ലോ. അന്ന് ജനിക്കുന്ന കുട്ടിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് അല്പായുസാണ്. ഒരു ദിവസം ഒന്ന് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ വെക്കൂ എന്ന് പറയാണ്. ഓക്കെ, നക്ഷത്രങ്ങൾ ശപിച്ച ദിവസം. മൗണ്ട് ബാറ്റൻ പറഞ്ഞത്, ഞാൻ ഒരു തടവ് സൊല്ലിട്ട 100 തടവ് സ്വന്ന മാതിരി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. ഡേറ്റ് ഞാൻ മാറ്റില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന ഡേറ്റ് ആണ്. അതെങ്ങനെയാണ് ഞാൻ മാറ്റുക? അല്ലെ, ബർത്ത്ഡേ ഒരു ദിവസം മുമ്പോ ഒരു ദിവസം ശേഷമൊക്കെ ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടോ? ആ ഡേറ്റിനല്ല ആഘോഷിക്കുന്നത്. ഓക്കെ, അതേപോലെ അങ്ങനെ ഇന്ത്യക്കാരൊരു പരിപാടി ചെയ്തത്, അത് വൈകിട്ട് തന്നെ പരിപാടി ആരംഭിച്ചു. അതായത് ഓഗസ്റ്റ് 14 തന്നെ പരിപാടി ആരംഭിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് പതാക ഉയർത്തുകയാണ്. നെഹ്റു പറയാണ്, ലോങ് ഇയേഴ്സ് അഗോ വി ഹാഡ് മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. 1929 ഡിസംബർ 31 നാം വിധിയുമായി ഒരു തവണ കൂടിച്ചേർന്നു. വീണ്ടും നമ്മൾ കൂടിച്ചേർന്നു 1947 ഓഗസ്റ്റ് 15.